നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ഇവിടെ കേക്ക് അവിടെ അറസ്റ്റ് എന്ന മട്ടിലാണിപ്പോൾ ചില കാര്യങ്ങൾ പോകുന്നത്. കേരളത്തിലെ ക്രൈസ്തവ സഭാ മേധാവിമാരെയെല്ലാം സ്വന്തം പക്ഷത്തു നിർത്താനായി ക്രൈസ്തവ മേധാവിമാരെ പ്രധാനമന്ത്രി പ്രത്യേകമായി കാണുന്നു, അവർക്ക് വിരുന്ന് നൽകുന്നു. കേരളത്തിലെ BJP നേതാക്കളാകെ അരമനകളിലേക്ക് യാത്ര ചെയ്യുന്നു. കേരളത്തിലെ ക്രൈസ്തവ വീടുകളിലൊക്കെ കേക്ക് ക്രിസ്മസിന് വിതരണം ചെയ്യുന്നു. അങ്ങനെ ക്രൈസ്തവ സഭയിലെ ചില തിരുമേനിമാരും ഒക്കെ BJPക്ക് അനുകൂലമായ നിലപാട് പരസ്യമായിട്ടൊക്കെ സ്വീകരിക്കുന്ന ഇടയൊക്കെ ഉണ്ടാവുകയും BJPയുമായി ക്രൈസ്തവ സഭയ്ക്ക് മുമ്പുണ്ടായിരുന്ന ഒരു അകലം പൂർണ്ണമായും മാറുന്ന ഒരു രീതിയിലേക്ക്, പുറമേക്കെങ്കിലും മാറുന്ന ഒരു രീതിയിലേക്കൊക്കെ എത്തുകയും ഒക്കെ ചെയ്യുന്നു. അതിനിടയ്ക്കാണ് ഓരോരോ പ്രശ്നങ്ങൾ ഉത്തരേന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയതായി ഛത്തീസ്ഗഡിൽ 2 മലയാളി കന്യാസ്ത്രീകളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബജ്രംഗ് ദളുകാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ്. പ്രതിഷേധമല്ല, അവർ അക്ഷരാർത്ഥത്തിൽ അവരെ തടഞ്ഞു നിർത്തുകയായിരുന്നു. അവിടെ മഠത്തിലെ ജോലിക്കായി കൊണ്ടുവന്ന 2 പെൺകുട്ടികളെയും ആ പെൺകുട്ടിയുടെ സഹോദരനെയും അടക്കം ഇവർ മതപരിവർത്തനത്തിന് കൊണ്ടുവന്നതാണ്, ഇവർ മനുഷ്യക്കടത്ത് ആണ് നടത്തുന്നത് എന്നൊക്കെ ആരോപിച്ചായിരുന്നു പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ 2 പേരും റിമാൻഡിലാണ്. ഈ 2 മലയാളി കന്യാസ്ത്രീകളുമൊക്കെ അതിൻ്റെ പേരിൽ പാർലമെൻറ്റിലടക്കം കേരളത്തിലെ എല്ലാ MPമാരും, ഇടതുപക്ഷ MPമാരും UDF MPമാരും എല്ലാം കടുത്ത പ്രതിഷേധം പാർലമെൻറ്റിൻ്റെ ഉള്ളിലും അകത്തുമെല്ലാം പ്രകടിപ്പിക്കുന്നു. കേരളത്തിലെ ചില സഭകളുടെയൊക്കെ തലപ്പത്തിരിക്കുന്നവർ തന്നെ ചോദിക്കുന്നു, ഇതിലൊക്കെ എന്തിനാണ് പ്രതിഷേധിക്കുന്നത്, നിങ്ങൾക്ക് വിരുന്ന് കിട്ടിയാൽ പോരെ എന്നുള്ള ചില പരിഹാസ ചോദ്യങ്ങളും അല്ലെങ്കിൽ സ്വയം വിമർശനപരമായ ചോദ്യങ്ങളും ഒക്കെ ഉന്നയിക്കുന്നു. എന്തായാലും കേരളത്തിൽ സഭയുമായി BJP അടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇതര സംസ്ഥാനങ്ങളിലൊക്കെ ഈ ബജ്രംഗ് ദൾ അടക്കമുള്ള സംഘപരിവാർ സംഘടനകളുടെ പേരിലുണ്ടാവുന്ന ഇത്തരം ആക്രമണങ്ങൾ BJPയുടെ ക്രൈസ്തവ നയതന്ത്രം പാളുന്ന അവസ്ഥയിലേക്ക് എത്തുമോ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. മഹിയാണ് കിള്ളിപ്പാലത്ത് നിന്നും. ശ്രീ മഹി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരു ഭാഗത്ത് ഇവിടെയൊക്കെ പ്രശംസാ പത്രം നൽകുന്നു, മറുഭാഗത്ത് കുറ്റപത്രം നൽകുന്ന അവസ്ഥ. കേരളത്തിൽ BJP ഇങ്ങനെ ക്രൈസ്തവ സഭയൊക്കെ അടുപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ക്രൈസ്തവ കന്യാസ്ത്രീകൾക്കു നേരെ പോലും ഈ തരത്തിലേക്കുള്ള ക്രൂരമായ ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ആദ്യം കേരളത്തിൽ BJP അഭ്യാസം നടക്കില്ല ഒരിക്കലും. പിന്നെ ഇവര് ഈ BJPക്കാരെ കൊണ്ട് കേക്ക് കൊണ്ട് പള്ളിയിൽ അച്ഛന്മാരൊക്കെ കൊടുത്തോണ്ട് അത് സാധാരണ ജനങ്ങളൊന്നും അത് അംഗീകരിക്കില്ല. മനസ്സിലായി സാറേ? BJPക്കാർക്ക് വേറും ഇവർ ചെണ്ടിത്തന്നെ കാണിക്കുന്നത്. ഇവിടെ എല്ലാ മതങ്ങളും മാന്യമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വിമർശനം ഉന്നയിച്ചോളൂ. ഇവിടെ എല്ലാ മതങ്ങളും ഒരുമിച്ചല്ലേ ഇവിടെ കേരളത്തിരിക്കുന്നത്. അത് എന്നോട് വാങ്ങുന്ന ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, എല്ലാ ജാതിക്കാരും ഉണ്ട്. അവിടെ ജാതി ജീവിയൊന്നും നമ്മൾ നോക്കില്ല. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ കണ്ണനാണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ കണ്ണൻ, കേരളത്തിൽ ഇങ്ങനെ അരമനകൾ പ്രധാനപ്പെട്ട നേതാക്കൾ വരുന്നു, ഡൽഹിയിൽ പ്രധാനമന്ത്രി തന്നെ ഈ പ്രധാനപ്പെട്ട തിരുമേനിമാരുമായിട്ടൊക്കെ സൗഹൃദം പങ്കിടുകയും അവർക്കൊപ്പം ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്നു. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പലപ്പോഴും ഈ നയതന്ത്രത്തെ പാടെ പൊളിച്ചു കളയുന്ന നീക്കങ്ങൾ. ഏറ്റവും ഒടുവിൽ ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകൾക്ക് നേരെയാണ്, അവരെയാണ് അറസ്റ്റ് ചെയ്തപ്പോൾ റിമാൻഡിലാണ് 2 പേരും. മനുഷ്യക്കടത്തൊക്കെ നടത്തിയെന്നാണ് FIR പറയുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമസ്തേ സാർ. നമസ്കാരം സാറേ, ഇപ്പൊ നമ്മൾക്ക് ഇപ്പൊ പണ്ട് തൊട്ടേ അറിയാം, നമ്മളുടെ ഇപ്പൊ കേരളം പിന്നെ ഇത്ര മുൻപില് എല്ലാ രീതിയിലും നിൽക്കുന്ന ഒരു ഇതാ നമുക്ക് പറയുവാണെങ്കിൽ, ഇപ്പൊ ഇവിടെ നമുക്ക് കമ്മ്യൂണിസ്റ്റുകാര് ഈ പണ്ട് ഇപ്പൊ VS പോലുള്ളവര് നമുക്കറിയാം, AKG കൃഷ്ണപിള്ള അങ്ങനെയുള്ള നേതാക്കന്മാരൊക്കെ ചെയ്ത കാര്യങ്ങൾ ഇതെല്ലാം പാവങ്ങൾക്ക് വേണ്ടി ചെയ്തതാ. അതുപോലെ തന്നെയാണ് ഈ ക്രൈസ്തവ സഭകളും ഇപ്പൊ ശരി, താങ്കളുടെ ടെലിഫോൺ വന്ന് ഇടയ്ക്ക് മുറിഞ്ഞു എന്ന് തോന്നുന്നു. സൂപ്പയാണ്. ശ്രീ സൂപ്പി, എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം സാർ. നമസ്കാരമുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം നാട്ടിലൊക്കെ? സുഖമായിരിക്കുന്നു. ഇത്തരം വാർത്തകളൊക്കെയാണ് പക്ഷെ വരുന്നത് എന്നുള്ള ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട്. താങ്കൾ പറഞ്ഞോളൂ. ഓക്കെ, എന്റെ അഭിപ്രായത്തില് അന്ന് ക്രിസ്ത്യൻസിന്റെ ക്രിസ്മസിന് നരേന്ദ്രമോദി അത് ഇവിടുത്തെ ക്രിസ്ത്യൻ പുരോഹിതന്മാർ വിളിച്ചുകൊണ്ട് കേക്കൊക്കെ വിതരണം ചെയ്തു. ഇതിനാണോ സർക്കാർ കഴിച്ചത്? ക്രിസ്ത്യൻ സമുദായത്തിനെ ഇങ്ങനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ബജ്രംഗ് ദൾ പോലുള്ള സംഘടനകൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൽ മാത്രമേ ഈ പരിപാടിയൊന്നും നടക്കില്ല എന്നുള്ളത് BJPക്ക് അറിയാം, ബജ്രംഗ് ദളിന് അറിയാം. അതുകൊണ്ട് കേരളത്തെ ക്രിസ്ത്യൻ സമുദായത്തെ ഒരു കാരണവശാൽ ഒരു സമുദായത്തെ ആക്രമിക്കുന്ന സ്വഭാവം കേന്ദ്ര സർക്കാർ ശ്രദ്ധിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. ശരി, ഈ കന്യാസ്ത്രീകളൊക്കെ ആക്രമിക്കുന്നത് കണ്ടിട്ടും സംഘപരിവാരത്തെ രക്ഷകരായി ചിലർ കാണുന്നുണ്ടെങ്കിൽ
അവർ വീണ്ടും ശ്രദ്ധിക്കണമെന്നാണ് മന്ത്രി എം ബി രാജേഷ് ഒക്കെ പറഞ്ഞത്. ശ്രീ ബാലകൃഷ്ണൻ വടകരയിൽ നിന്നാണ്. താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്? സർ നമസ്കാരം. നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ നേതൃത്വം പറഞ്ഞിട്ടാണോ ഇവരെ അറസ്റ്റ് ചെയ്തത്? അല്ലെങ്കിൽ ഛത്തീസ്ഗഡിൽ ആരാണ് ഭരിക്കുന്നത് ശ്രീ ബാലകൃഷ്ണൻ? ഛത്തീസ്ഗഡിലെ ഏതെങ്കിലും നേതാക്കന്മാർ, BJP-യുടെ നേതാക്കന്മാരുടെ ആഹ്വാന പ്രകാരമാണോ ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത്, FIR ഇട്ടത്? ഛത്തീസ്ഗഡിൽ ആരാണ് ശ്രീ ബാലകൃഷ്ണൻ ഭരിക്കുന്നത്? ഛത്തീസ്ഗഡിൽ ആരോ ഭരിച്ചോട്ടെ, ഞങ്ങളും ഞാനും നിങ്ങളും ഈ MP-മാരും ഒന്നും അവിടെ പോയിട്ടില്ലല്ലോ സർ. അവിടുത്തെ പോലീസ് അല്ലേ FIR ഇട്ടത്? ഇവിടെ ജുഡീഷ്യറി ഉണ്ടല്ലോ സർ. താങ്കളും താങ്കളുടെ ചാനലും ഇടതുപക്ഷവും UDF MP-മാരും കേരളത്തിൽ നിന്ന് എന്ത് പറഞ്ഞാലും ജുഡീഷ്യറി ആണ് ഇന്ത്യയിലെ പരമോന്നതമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ജുഡീഷ്യറിയുടെ മുന്നിൽ വരുന്നതിന് മുമ്പേ ഏത് നാട്ടിലും നിയമം നടപ്പാക്കാൻ ആദ്യം കേസെടുത്തത് പോലീസാണല്ലോ. പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തിയിട്ട് അവർ നിർബന്ധിത മതപരിവർത്തനം നടത്തി, അവർ മനുഷ്യ കടത്ത് നടത്തി എന്നൊക്കെയാണല്ലോ കേരളത്തിൽ നിന്നുള്ള ഈ പ്രീതി മേരി, വന്ദന ഫ്രാൻസിസ് എന്ന് പറയുന്ന 2 കന്യാസ്ത്രീകൾ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നാണല്ലോ അവരുടെ FIR-ലുള്ളത്. FIR ഇട്ടിട്ടില്ലല്ലോ. കേസ് അന്വേഷണം നടന്നോ? FIR ഇടുന്നത് എങ്ങനെയാണ് ശ്രീ ബാലകൃഷ്ണൻ? അത് തെളിഞ്ഞോ? ശ്രീ ബാലകൃഷ്ണൻ, FIR ഇടുന്നത് പോലീസിന് പ്രാഥമികമായി അന്വേഷണത്തിൽ ബോധ്യമുള്ള കാര്യം വെച്ചല്ലേ FIR ഇടുന്നത്? അല്ലെങ്കിൽ തള്ളിക്കളയില്ലേ? 5-6 ബജ്രംഗ് ദളുകൾ സമരം വെച്ചെന്ന് കരുതി അത് ഉടനെ പിടിച്ച് 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുമോ? അത് സാറും ഇവിടുത്തെ UDF LDF MP-മാരും ഇവിടുത്തെ മറ്റുള്ള പാർട്ടികളും ഭാരതീയ ജനതാ പാർട്ടിക്ക് എതിരായിട്ട് പറഞ്ഞ കോടതി പറഞ്ഞോ? ശ്രീ ബാലകൃഷ്ണൻ, എന്റെ ഒരു സംശയം, അറസ്റ്റ് ചെയ്തെന്ന് ഇനി ഞങ്ങൾ പറഞ്ഞതാണോ അതോ അറസ്റ്റ് ചെയ്തില്ലേ? അറസ്റ്റ് ചെയ്തു. പക്ഷേ എന്തിനാണ് അറസ്റ്റ് ചെയ്തത്? അവർ മനുഷ്യ കടത്തുകാരല്ല, അവർ പരിവർത്തനത്തിന്റെ ആളല്ല എന്ന് കോടതി പറഞ്ഞോ? ഞാൻ ചോദിക്കുന്ന എന്റെ സംശയം ഇതാണ്, എന്തിനാണ് അവരെ അറസ്റ്റ് ചെയ്തത്? അറസ്റ്റ് ചെയ്തത് പോലീസാണ് ഛത്തീസ്ഗഡിലെ. അത് എന്തിനാണ് അറസ്റ്റ് ചെയ്തതാണ് ചോദിച്ചത്? അനധികൃതമായിട്ടാണെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ ഇവിടെ മേൽക്കോടതിയും കോടതിയും ജുഡീഷ്യറിയും. അങ്ങനെ കോടതി നടത്തുകയാണെങ്കിൽ പിന്നെ പോലീസിനെതിരെ സമരം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അവിടെ ഒരു സർക്കാരൊന്നും വേണ്ടല്ലോ, എല്ലാം നടത്തിക്കോട്ടെ, എല്ലാം കോടതി തീരുമാനിച്ചാൽ മതിയല്ലോ. MP-മാരും MLA-മാരും മതി ഇന്ത്യ രാജ്യത്ത്. അവർ അറസ്റ്റ് ചെയ്യും മുമ്പേ അവർ അറസ്റ്റ് ചെയ്തത് തെറ്റാണെന്ന് വാദിക്കുന്നത് എന്തുകൊണ്ട്? അവർ അറസ്റ്റ് ചെയ്തത് തെറ്റാണെന്ന് ബോധ്യമുള്ള പാർട്ടികൾക്ക് അങ്ങനെ വാദിക്കുന്നതിന് എന്താണ് തെറ്റ്? ആർക്കാണ് ബോധ്യമുള്ളത്? താങ്കൾക്ക് ബോധ്യമുണ്ടോ? കേരളത്തിൽ നിന്ന് 2 കന്യാസ്ത്രീകൾ പോയി അവിടെ മനുഷ്യക്കടത്ത് നടത്തിയോ? താങ്കൾ ഔദ്യോഗികമായിട്ട് ന്യൂസ് 18 ചാനലിന് ശ്രീ ബാലകൃഷ്ണൻ ബോധ്യമുണ്ടോ അങ്ങനെ നടത്തിയെന്നോ നടത്തിയില്ലെന്ന് ബോധ്യമുണ്ടോ? ഇല്ലല്ലോ. ഇതിനൊക്കെ സാമാന്യ ബുദ്ധി മതി ശ്രീ ബാലകൃഷ്ണൻ. ആ സാമാന്യ ബുദ്ധി ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. 4 ബജ്രംഗ് ദളുകാർ വന്ന് ബഹളം വെക്കുമ്പോഴേക്കും അവിടെ 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുക, അവർക്ക് നേരെ മനുഷ്യക്കടത്തും, അവർക്ക് നേരെ നിർബന്ധിത മതപരിവർത്തനവും ഒക്കെ കേസെടുക്കുക. ഇതെന്താണ് നടക്കുന്നത്? കേരളത്തിലെ ചില ചാനലുകളുടെ പരിപാടി, താങ്കളുടെ ചാനലിന് അഭിമാനമുണ്ടെങ്കിൽ, ആർജവമുണ്ടെങ്കിൽ ആ ന്യൂസ് ഛത്തീസ്ഗഡിലെ പോലീസ് കന്യാസ്ത്രീകളെ അനധികൃതമായി അറസ്റ്റ് ചെയ്ത് പ്രത്യേകിക്കുക, ആർജവമുണ്ടെങ്കിൽ. താങ്കൾ എത്ര ബാലിശമായിട്ടാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതെന്ന് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല. താങ്കൾ ഈ അറിഞ്ഞുകൊണ്ട് ചിലതൊക്കെ പറയും, പൊട്ട കളിക്കുക എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ ആവാം. ഒരു സ്ഥലത്ത് ഒരു പോലീസ് 4 ബജ്രംഗ് ദളുകാർ വന്ന് ബഹളം വെക്കുമ്പോഴേക്കും അറസ്റ്റ് ചെയ്ത് അവർക്കെതിരെ ഈ വകുപ്പൊക്കെ ചുമത്തുമ്പോൾ ആ പോലീസ് പ്രാഥമികമായ അന്വേഷണമെങ്കിലും നടത്തണ്ടേ? അതൊക്കെ ഒരു സാമാന്യ നീതിയല്ലേ, സാമാന്യമായ ഒരു യുക്തിയല്ലേ? അത് അറിഞ്ഞുകൂടാത്ത എല്ലാവരും ഞാനും ബാലകൃഷ്ണനൊക്കെ അരിയാഹാരമാണ് കഴിക്കുന്നതെന്ന് ഓർത്തിരുന്നാൽ നന്ന്. കേട്ടില്ല താങ്കൾ പറഞ്ഞത്. പറയാൻ സാധ്യതയുണ്ടോ? എങ്ങനെയാണ്? താങ്കളുടെ ചാനൽ ഇന്ത്യയിൽ മൊത്തം നെറ്റ്വർക്കുകളാണ് ന്യൂസ് 18 എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. താങ്കളുടെ ചാനൽ ഔദ്യോഗികമായി പറയോ അനധികൃതമായി? ശ്രീ ബാലകൃഷ്ണൻ, ഞങ്ങളുടെ ജോലിയല്ല ഔദ്യോഗികമായി ഈ വിഷയങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ള ചാനലല്ല. ഇന്ത്യയിൽ ചാനലുകളല്ല ഭരിക്കുന്നത്. ഇന്ത്യയിൽ ഭരണത്തിന് മറ്റ് സംവിധാനങ്ങളുണ്ട്. ആ ഭരണ സംവിധാനത്തിലെ കൊള്ളരുതായ്മകൾ വന്നു കഴിഞ്ഞാൽ ചാനലുകളും മാധ്യമങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിക്കും. എന്നാൽ നാളെ മുതൽ ചാനലുകളൊക്കെ ഭരിച്ചോ എന്നാണ് പറയേണ്ടത്. അത് താങ്കൾ എവിടെയാണ് ജീവിക്കുന്നത്? ചില പ്രതിപക്ഷ പാർട്ടികളും പ്രതിപക്ഷ പാർട്ടികൾക്ക് അവരവരുടെ ഉത്തരവാദിത്വം കാണിക്കും. അതിന് നന്നായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഈ ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരില്ല. ശരി ബാലകൃഷ്ണൻ, താങ്കളോട് പറഞ്ഞ് സമയം കളയാന്നുള്ള അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഒരു മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്ന്. ശ്രീ മുഹമ്മദ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? കേരളത്തിൽ ക്രൈസ്തവ സഭകളെ സ്വന്തം പക്ഷത്തേക്ക് അടുപ്പിക്കാൻ വലിയ പരിശ്രമമൊക്കെ BJP നടത്തുന്ന സമയത്താണ് BJPക്ക് തന്നെ തലവേദനയായി ബജ്രംഗ് ദളുകാരൊക്കെ പല സംസ്ഥാനങ്ങളിലും ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ശ്രീ മുഹമ്മദ് പറഞ്ഞോളൂ. ശരി, അദ്ദേഹത്തിന്റെ ടെലിഫോൺ തടസ്സമുണ്ടെന്ന് തോന്നുന്നു. ശ്രീ റീജു ആണ്, ഹരിപ്പാട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ റീജു, താങ്കൾക്ക് പറയാം. സാറേ,
നമസ്കാരം. ആദ്യമായിട്ട് വിഷമം പറയട്ടെ, ഞാൻ പലപ്പോഴും ഇതിലേക്ക് പൊതുവേദിയിലേക്ക് വിളിച്ചാൽ കിട്ടുന്നില്ല. ഇത് എത്ര മണിക്കാണ് രാജുവാക്കുന്നത്? അത് ചിലപ്പോൾ ഒരുപാട് ആളുകൾ വിളിക്കുന്നതുകൊണ്ട് കിട്ടാത്തതാണ് ശ്രീ റിജു. തുടർച്ചയായി വിളിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ താങ്കൾക്ക് വേറെ ഒന്നും പറയാൻ നിർവാഹമില്ല. അല്ല, എത്ര മണിക്കാ സാറേ തുടങ്ങുന്ന വിളി? തുടങ്ങുന്നത് 4 മണിക്കാണ്. ചിലരെ ഒരു 3:58 ആകുമ്പോഴേ ആളുകൾ ചിലരെ വിളിച്ചു വെക്കും. ശരി സാർ. അതിന് മുമ്പ് വിളിച്ചാൽ നമ്മൾ എടുക്കാറില്ല, നമുക്ക് എടുക്കാൻ കഴിയാറില്ല, മറ്റു പരിപാടികൾ നടക്കുകയായിരിക്കും. ഞാൻ പറയട്ടെ സാറേ, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന തന്നെ നാനാത്വത്തിൽ ഏകത്വമാണ്. എല്ലാ ജാതി മതസ്ഥർക്കും ഒരുപോലെ ജീവിക്കാനുള്ള അവകാശമാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത്. പറഞ്ഞോളൂ സാർ. അവിടെ ജാതി മത പരിഗണനകളില്ലാതെ ഏത് മനുഷ്യനും അവരുടെ പ്രവർത്തനം നടത്തുവാനുള്ള ഒരു അവകാശമാണ് ഇന്ത്യൻ ഭരണഘടന നമുക്ക് വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പോ അവിടെ പാവം പിടിച്ച 2 കന്യാസ്ത്രീകളെ ഒരു തെളിവുമില്ലാതെ പിടിച്ച് പുറങ്കിലടയ്ക്കുക എന്ന് വെച്ചാൽ അത് ഏതൊരു പൗരനും പ്രതിഷേധിക്കേണ്ടിയിരിക്കുന്നു. കേക്കുമായി പവനങ്ങളിലെത്തുന്ന BJP-ക്കാരെ സ്വീകരിച്ചുകൊണ്ട് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ BJP ജയിക്കുവാനുള്ള കാരണം എവിടെയെന്ന് ഹൈന്ദവ സമുദായം ഒന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു, ആത്മപരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ആരാധ്യനായ SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ പറഞ്ഞത് ഈഴവ വിരോധി എന്ന് പറഞ്ഞത് വളരെ സത്യമാണ്. സതീശൻ കോൺഗ്രസ് പാർട്ടിയിൽ വന്നു കഴിഞ്ഞു, സതീശനും KC വേണുഗോപാലും വന്നു കഴിഞ്ഞു. ശ്രീ റിജു, ഇത് ഒന്ന് വിഷയം അതല്ല. കേരളത്തിലെ ഏതെങ്കിലും ഒരു നേതാവ് ഈഴോ വിരോധിയാണോ നായർ വിരോധിയാണോ എന്നൊന്നും തീരുമാനിക്കാൻ ഏതെങ്കിലും ഒരു സമുദായ നേതാവല്ല തീരുമാനിക്കേണ്ട. ആ സമുദായത്തിലേക്ക് ആളുകളുണ്ട്, അവർ തീരുമാനിച്ചോളൂ. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. അല്ല, താങ്കൾ കോൺഗ്രസ്സുകാരനായിരിക്കും, അതൊക്കെ ആയിരിക്കും. പക്ഷേ ഇത് നമ്മുടെ വിഷയം അതല്ല, അതുകൊണ്ട് നമുക്ക് ഈ വിഷയം ഉണ്ടെങ്കിൽ പറയാം. സത്യസന്ധമായാണ് ഞാൻ പറയുന്നത്. KC വേണുഗോപാലും VD സതീശനും ഈ സ്ഥാനത്ത് വന്നു കഴിഞ്ഞാണ് ഈഴവരെയെല്ലാം വഴയുന്ന സമ്പ്രദായം ഉണ്ടായിരിക്കുന്നത്. താങ്കളെ റിജു എനിക്ക് കട്ട് ചെയ്യേണ്ടി വരും. തൽക്കാലം നമ്മുടെ വിഷയം അതല്ല എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും താങ്കൾ കോൺഗ്രസ്സുകാരനാണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. താങ്കളുടെ ആ അഭിപ്രായം കേൾക്കാൻ തൽക്കാലം നിർവാഹമില്ല. പിന്നെ വെള്ളാപ്പള്ളി നടേശൻ്റെ അഭിപ്രായമല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. അത് ചർച്ച ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ അഭിപ്രായത്തെക്കുറിച്ച് വിശദമായി തന്നെ പറയാം. ശ്രീ റഷീദാണ്, കൊയിലാണ്ടിയിൽ നിന്നാണ്. ശ്രീ റഷീദ്, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? ആദ്യമായിട്ട് ഞാൻ ഇപ്പം നമ്മളെ ന്യൂസ് 18 ചാനൽ ചർച്ച കാണിച്ചുകൊണ്ടിരിക്കുന്നത് ജയിൽ സിസ്റ്റം തെറ്റോ എന്ന രൂപത്തിലാണ്. അതൊന്നും മാറ്റണേ. എങ്ങനെയാണ്? കേട്ടില്ല. അതായത് ഇപ്പൊ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും സംവദിക്കാം. ജയിൽ സിസ്റ്റം തെറ്റോ ശരിയോ എന്ന രൂപത്തിലാണ്, അതാണ് എഴുതി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്നും BJP-യുടെ ക്രൈസ്തവ നയതന്ത്രം പാളിയോ എന്നുള്ളതാണ് എഴുതി കാണിക്കുന്നത്. അല്ലല്ല, ഞാൻ ഇപ്പം ടിവിയിലാണോ കണ്ടത് അതോ യൂട്യൂബിലാണോ? ടിവിയിലാണ് കണ്ടിരുന്നത്. ടിവിയിലാണ് കണ്ടത്. ഞാനത് മുമ്പ് തുടക്കത്തിൽ ഞാൻ പറയുമ്പോഴത്തേക്ക് മുമ്പ് കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഒന്ന് നോക്കിച്ചാൽ മതി. ശരി, നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇന്ത്യയിൽ ഫാസിസം പിടിമുറുക്കുന്നുവോ എന്നാണ് തോന്നുന്നത്. നേരത്തെ നമ്മളൊക്കെ ചൂണ്ടിക്കാണിച്ചതാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ഒരു കയ്യേറ്റം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും ആദ്യം മുസ്ലിങ്ങളെയാണെങ്കിൽ പിന്നീട് ക്രൈസ്തവരെയാണ് മൂന്നാമതായിട്ട് പറഞ്ഞിട്ടുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ നമ്മള് മുന്നറിയിപ്പ് കൊടുത്തിട്ടും BJP നേതാക്കളെ അരമനയിലേക്ക് സ്വീകരിച്ചിരുത്തി കേക്ക് മുറിക്കുന്ന ഇവർ അന്നൊന്നും, അതായത് പൗരത്വ ബില്ല് വന്നപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞതാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് വരാൻ പോകുന്നത്. നമ്മൾ ഒന്നിച്ചു നിന്ന് ഇതിന് ശക്തമായി പ്രതിരോധിക്കേണ്ട സമയമാണ്. കാരണം ഇന്ത്യൻ ഭരണഘടനയാണ് ഇവിടെ തകരാൻ പോകുന്നത്. ഇന്ത്യയുടെ ഭരണഘടന അതിമനോഹരമായി. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ് ശ്രീ റഷീദ്. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, മോദിയോട് പരാതിപ്പെടാനുള്ള ധൈര്യം ഈ സഭാ നേതൃത്വത്തിനൊന്നും ഇല്ലേ എന്നാണ് മന്ത്രി V ശിവൻകുട്ടി ചോദിച്ചത്. സഭാ മേലധ്യക്ഷന്മാർ അവരുടെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണ് എന്നൊരു ആക്ഷേപം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരമുണ്ട് സാറേ. നമസ്കാരമുണ്ട്. അപ്പോ ഇവിടെ വലിയ വർത്തമാനമൊക്കെ പറഞ്ഞ് കുറെ നേരം സമയം കളഞ്ഞു. അപ്പോ ഈ FIR എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്നുള്ളതാണല്ലോ. ഇത് കൊടുത്തൊക്കെ കഴിഞ്ഞ് കുറെ കഴിഞ്ഞതിന്റെ ശേഷം കോടതിന്റെ അപ്പുറം കോടതിയൊക്കെ പോയിട്ടാണല്ലോ ഇത് സംഭവം നടന്നുകൊണ്ടോ ഇല്ലേ എന്നുള്ളത് തെളിയാം.
അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞത് ഇതൊന്നുമല്ല, നിങ്ങൾ വളരെ മോശമായിട്ടാണ് പെരുമാറുന്ന നിങ്ങൾ ചാനലും. അപ്പോൾ ഇതൊക്കെ വളരെയധികം തെറ്റാണ്. അത് കേക്ക് കൊടുത്ത് അയച്ചങ്ങളെ പഞ്ചാര വാക്കുമൊക്കെ പറഞ്ഞ് നടന്നിപ്പോൾ എല്ലാ സ്ഥലത്തും ആക്രമിക്കുകയാണ് അവരെ. അപ്പോൾ ഇതൊക്കെ എന്നോ നിർത്തിയിട്ട് ഇന്ത്യ രാജ്യം ഒരു പഴയ കാലത്തേക്ക് കൊണ്ടുവരാൻ നോക്കുക, അല്ലാതെ എന്താ ചെയ്യേണ്ടത്? ഇത്തരം കാര്യങ്ങളൊക്കെ നല്ല ഭരണം, ഇവിടെ ഒരാളൊന്നും ചെയ്യാത്ത ഒരു നല്ല ഭരണമായിരുന്നു ഉണ്ടായിരുന്നു ആ അടിയന്തരാവസ്ഥ കാലം ഒഴികെ. വേറുള്ള എല്ലാ ഭരണവും ഉഷാറായിരുന്നു. അപ്പൊ അത് കൃത്യമായിട്ട് ഇപ്പൊ അങ്ങനെ തന്നെ ചെയ്യേണ്ടത്. അതാണ് എനിക്ക് പറയാനുള്ളത് സാറേ. ശരി, ശ്രീ ഡേവിസ് ആണ് തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഡേവിസ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരു വഴിക്ക് നയതന്ത്രം, ഈ തൃശ്ശൂരുകാരൊക്കെ ക്രൈസ്തവ സഭകളിലൊക്കെ വലിയ പിന്തുണയൊക്കെ BJPക്ക് ലഭിച്ചതുകൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു പിന്തുണയൊക്കെ ലഭിച്ച് ഇവിടെ നിന്ന് ഒരു MPയും ഒരു മന്ത്രിയും ഒക്കെ ഉണ്ടായി. പക്ഷേ മറ്റു പല സംസ്ഥാനങ്ങളിലും നേരെ തിരിച്ചാണ് നേരിടേണ്ടി വരുന്നത്. ഇതിൽ ഒരു ഇരട്ടത്താപ്പുണ്ടോ? ശ്രീ ഡേവിസ് കേൾക്കാമോ? അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ വന്ന് തടസ്സമുണ്ടെന്ന് തോന്നുന്നു. ശ്രീ പ്രസന്നനാണ് മാളയിൽ നിന്ന്. ശ്രീ പ്രസന്നൻ, താങ്കൾക്ക് പറയാം. നമസ്കാരമുണ്ട് സാർ. നമസ്കാരമുണ്ട്. ഈ വിഷയത്തിൽ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ, സംഘടിത വിഭാഗങ്ങൾ എവിടെയൊക്കെ ആയാലും ഏത് രൂപത്തിലും ഭാവത്തിലും ഉള്ളവരായാലും ഈ ദുർബല വിഭാഗങ്ങളെ ആക്രമിക്കുന്നതും പീഡിപ്പിക്കുന്നതും ഒരു നല്ല രീതിയല്ല. ഏത് നിലയ്ക്ക് നോക്കിയാലും, ഇപ്പൊ നമ്മുടെ നാട്ടിലെ മതസംഘടനകളായാലും രാഷ്ട്രീയ പാർട്ടികളിലായാലും ഇത്തരം ദുർബല വിഭാഗങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയൊക്കെ നടക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടില് എല്ലാ, കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലായാലും ഇനിയിപ്പോ ഏത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലായാലും അങ്ങനത്തെ ഒരു രീതിയുണ്ട്. അത് തീർത്തും അപലപനീയമാണ്. മതസംഘടനകളായാലും രാഷ്ട്രീയ പാർട്ടികളായാലും ഫലത്തിൽ ഒന്ന് തന്നെ. മതത്തിന്റെ പേരിലായാലും രാഷ്ട്രീയത്തിന്റെ പേരിലായാലും ഒരു എക്സ് വൈനെ ആക്രമിക്കുന്നതും വൈ എക്സിനെ ആക്രമിക്കുന്നതും എന്റെ അഭിപ്രായത്തിൽ, എന്റെ കാഴ്ചപ്പാടിൽ ഒന്ന് തന്നെയാണ്, ഫലം ഒന്ന് തന്നെയാണ്. പക്ഷെ ദുർബല വിഭാഗങ്ങളെ കീഴ്പ്പെടുത്തി മുന്നോട്ട് പോകുന്നത് ഏതൊരു വിഭാഗമായാലും ഏത് പാർട്ടി ആയാലും ഏത് മതസംഘടനകളായാലും ശരിയല്ല, ഒരിക്കലും ശരിയല്ല. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ നാരായണനാണ് കാസർഗോഡ് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ നാരായണൻ, ഈ ക്രൈസ്തവരെ പാർട്ടിയിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി BJP വലിയ നയതന്ത്ര നീക്കങ്ങളൊക്കെ നടത്തുന്ന, അരമനകൾ സന്ദർശിക്കുന്നു, കേക്ക് കൊടുക്കുന്നു, പലതരത്തിലുള്ള നീക്കങ്ങൾ ഒക്കെ നടക്കുന്നു. പക്ഷെ അതിനിടയിലാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുന്നത്. ഈ ആ നയതന്ത്ര നീക്കത്തെ കൂടി ഇല്ലാതെയാക്കുന്നതാണോ ഇത്തരം സംഭവങ്ങൾ? ശ്രീ അജിത്താണ്. ശ്രീ അജിത്ത് പൂജപ്പുരയിൽ നിന്നാണ്. ശ്രീ അജിത്ത്, താങ്കൾ പറഞ്ഞോളൂ. BJPയുടെ ക്രൈസ്തവ തന്ത്ര പാളിയെന്നുള്ള ചോദ്യം. അതെ, ശരിക്കും BJP ക്രൈസ്തവരെ കുറുക്കൻ കോഴിക്കുഞ്ഞിനെ വളർത്തുന്ന ഒരു ഫീലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ BJP എത്ര നീലക്കുറുക്കൻ ചമഞ്ഞു വന്നാലും അല്ലെങ്കിൽ എങ്ങനെ വന്നാലും ഈ ക്രൈസ്തവർ അത് മനസ്സിലാക്കുന്നില്ലെന്നുള്ളത് വളരെ വാസ്തവം. കാരണം പക്ഷേ ഈ സഭാ തലവന്മാരൊക്കെ അങ്ങനെയല്ലല്ലോ. അവരൊക്കെ ഈ കുറുക്കനെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത ആളുകളൊന്നും അല്ലല്ലോ. അവരൊക്കെ വളരെ സ്നേഹപൂർവ്വം എങ്ങനെയൊക്കെ BJPയുമായും കേന്ദ്ര സർക്കാരുമായി ചേർന്ന് നിൽക്കാമോ അങ്ങനെയൊക്കെയുള്ള പ്രസ്താവനകൾ നടത്തുകയും അങ്ങനെ ചേർന്ന് നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണല്ലോ. അല്ലെ, BJP എന്താ ചെയ്യുന്നത്? ഇപ്പൊ ഇപ്പൊ രാവിലെ നമ്മളെ മിനിസ്റ്റർ പറഞ്ഞല്ലോ, വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ, എന്താണ് ഈ തിരുമേനിമാർക്ക് മുട്ടടിക്കുന്നതോ? പ്രൈം മിനിസ്റ്റർക്ക് ഒരു ലെറ്റർ എഴുതിയാൽ പോരെ? അവര് ഇന്ത്യയിൽ ഉടനീളം അവരുടെ ആശയം പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ. പിന്നെന്താണ് അവരെ രണ്ടുപേരെ അവിടെ പിടിച്ച് നിർത്തിയിരുന്നപ്പോ ഇന്നിപ്പോ FIR ഇട്ട് വളരെ വളരെ ഗുരുതരമായ വകുപ്പുകൾ ചാർത്തിയാണ് മുമ്പോട്ട് പോകുന്നത്. അവർക്ക് പ്രൈം മിനിസ്റ്റർക്ക് ഒന്ന് ഒരു കത്ത് മുഖേനയോ, ഇവിടെ തിരുമേനിമാർ ഒരുപാട് ഉണ്ടല്ലോ. അല്ലെങ്കിൽ എന്താണ്, അവർക്ക് സർക്കാരിനെതിരെയും മറ്റ് രാഷ്ട്രീയ സമാധാനങ്ങൾ വരുമ്പോഴൊക്കെ അവർ ഓരോന്ന് പറയുന്നുണ്ടല്ലോ അവര്. ഇപ്പൊ എന്താണ്, ഈ ഇലക്ഷൻ സമയത്ത് അവര് പിന്തുണ പ്രഖ്യാപിച്ചല്ലോ BJPക്ക്. അവർക്കൊരു കേന്ദ്രമന്ത്രി ഇപ്പൊ ഉണ്ടല്ലോ. എന്താണ് പറയുന്നത്? അപ്പൊ അവർക്ക് പറയുമ്പോഴും ആ കേന്ദ്രമന്ത്രിക്ക് സമാധാന രക്ഷണം ഉണ്ടാൻ പറ്റുന്നുണ്ടോ ഇവിടെ കേരളത്തിലുള്ള? അതല്ലേ നമ്മൾ പരിശോധിക്കേണ്ടത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ് ശ്രീ അജിത്ത്. നമുക്ക് മറ്റു പ്രേക്ഷകരുണ്ട്. ജയാണ് കൊല്ലത്ത് നിന്നും. ശ്രീ ജയ, കുറച്ച് ദിവസമായല്ലോ കണ്ടിട്ട്. നമസ്കാരം. നമസ്കാരമുണ്ട്. എന്നെ അന്വേഷിച്ചില്ലല്ലോ, ഞാനിവിടെ ഇല്ലായിരുന്നു, നാട്ടിലില്ലായിരുന്നു. ആണോ, യാത്രയായിരുന്നോ? അതെ, ഒരു മാസം ഞാനിവിടെ ഇല്ലായിരുന്നു. ഞങ്ങള് ഹസ്ബൻഡ് ഞാനും മോൻ വന്നിരുന്നു. അങ്ങനെ മോനുമായിട്ട് ചെറിയൊരു യാത്രയൊക്കെ ആയിരുന്നു. എവിടെയായിരുന്നു യാത്ര? ഇവിടെ കോട്ടയത്തൊക്കെ തന്നെ. നമ്മുടെ മോളുടെ മരുമകളുടെ അനിയത്തിയുടെ വിവാഹമായിരുന്നു. ആണോ? അപ്പൊ അതിനിടയിലൊക്കെ വിളിക്കാൻ സമയം ഉണ്ടായിരുന്നു, വിളിച്ചില്ലേ? അല്ല, ഒത്തിരി തിരക്കായിപ്പോ അവിടെ കല്യാണ വീടല്ലേ. അപ്പൊ ഈ BJPയുടെ ഈ ക്രൈസ്തവ നയതന്ത്രത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് ഭയങ്കര മോശമായിട്ടുള്ളൊരു
രീതിയാണ്. കാരണം അവരിവിടെ ഞാൻ കാണുന്നുണ്ടായിരുന്നു ഇവിടെ കേക്കും കൊണ്ടൊക്കെ ക്രിസ്മസിന് പോകുന്നത് ആളുകള്. പിന്നെ ഗ്രീറ്റിംഗ്സ് കാർഡ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ഇവിടെ നമ്മുടെ കൊല്ലത്ത്. അപ്പം അവിടെ വടക്കോട്ട് ചെല്ലുമ്പം നേരത്തെ ഒരു 2-3 months ബാക്ക് ഞാൻ കണ്ടിരുന്നു ഒരു 2-3 പിന്നെ ഫാദർമാരെ എടുത്തിട്ട് അടിക്കുന്നത്. അതും ഇവര് തന്നെയായിരുന്നു, ഈ ഗ്രൂപ്പായിരുന്നു. ഇപ്പൊ ഇത് വീണ്ടും ആ 2 സിസ്റ്റർമാരുടെ വേഷത്തെയെങ്കിലും ഒന്ന് ബഹുമാനിക്കണമായിരുന്നു. നമ്മളൊക്കെ അങ്ങനെയാ പഠിച്ചിരിക്കുന്നത്. അവര് നടത്തി പിന്നെ എന്താ പറയുന്നത് വളരെ ഇതായിട്ട് അവര് മതം മാറ്റുന്നെന്നൊക്കെയാണ് ഇവരുടെ അലിഗേഷൻ. പക്ഷെ അതൊന്നും സത്യമല്ല. ആ ഒരു വേഷത്തെ പോലും ബഹുമാനിക്കാതെ ഒരു സ്ത്രീ നിന്ന് ആ ഒരു പെണ്ണിന്റെ സഹോദരൻ എന്നാ പറഞ്ഞത് അയാളായിട്ട് അടിക്കുന്ന അടി കണ്ടോ? അതൊക്കെ ഭയങ്കര മോശമാണ്. ഇത് BJP-ക്കാരുടെ ഇരട്ടത്താപ്പാണ് ഈ കാണിക്കുന്നത്. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. BJP അല്ല, ബജറംഗ് ദളാണ്. ശ്രീ പ്രദീപാണ് നെയ്യാറ്റിൻകരയിൽ നിന്നും. ശ്രീ പ്രദീപ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സാറേ, എനിക്ക് പറയാനുള്ളത് ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ് യൂറോപ്യൻ മതവും അറേബ്യൻ മതവും. വളരെ വേഗത്തിലാണ് നമ്മുടെ ഹിന്ദുക്കളെ മതം മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇപ്പൊ ഈ BJP-യെ അങ്ങനെ പറയേണ്ട കാര്യമില്ല. ബജറംഗ് ദളാണ്. എന്ത് വന്നാലും BJP-യുടെ പേരിൽ കുറ്റം പറയുന്നത്. ഈ ബജറംഗ് ദള് BJP-യുമായിട്ടൊന്നും ബന്ധമുള്ള സംഘടന അല്ലല്ലോ, ഹിന്ദു സംഘടനയാണ്. രാഷ്ട്രീയമായിട്ട് ബന്ധമില്ലല്ലോ, രാഷ്ട്രീയ പാർട്ടി അല്ലല്ലോ. രാഷ്ട്രീയ പാർട്ടി അല്ല, ഇതെല്ലാം സംഘപരിവാർ സംഘടനകളുടെ കൂട്ടത്തിൽപ്പെടുന്നതല്ലേ? അതെ, അത് എല്ലാ ഇവിടെ എന്താ ഒരു കാര്യമില്ലാതെ നമ്മുടെ നിയമമുണ്ടല്ലോ, അതിന് നമ്മൾ വിധിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ കുറെ ചാനൽ വരെ ജഡ്ജിമാരോ അല്ലാതെ നമ്മൾ വിധിക്കേണ്ട കാര്യമില്ല. നമ്മളാരും നിശ്ചയിക്കാനല്ല. അതുപോലെ ആ ബജറംഗ് ദളുകാരും നിശ്ചയിക്കാൻ ആളുകളല്ല. അവരിങ്ങനെ ആളുകളെ തടഞ്ഞു വെക്കുക, ആ കുട്ടികളുടെ സഹോദരനെ ക്രൂരമായി മർദ്ദിക്കുക, പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരുടെ സാന്നിധ്യത്തിൽ മർദ്ദിക്കുക, അവിടെയൊക്കെ ഒരു നിയമം നടപ്പാക്കുന്ന സംവിധാനമൊന്നും ഇല്ലേ എന്നുള്ള സംശയം ആർക്കും തോന്നില്ലേ? തെറ്റാണ്. ഇത് ഛത്തീസ്ഗഡിൽ മാത്രമല്ലല്ലോ, BJP ഭരിക്കുന്ന ബാക്കി സംസ്ഥാനങ്ങളുണ്ടല്ലോ. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടായിട്ടായിരിക്കുമല്ലോ. അല്ല, ഞാൻ ചോദിച്ചാൽ ഇപ്പൊ കേരളത്തിലെ ഏതെങ്കിലും ഒരു പോലീസുകാർ നോക്കി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ആരെങ്കിലും ഒരു പാർട്ടിക്കാരോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിക്കാരൊന്നും അല്ല ബജറംഗ് ദളെന്ന് പറഞ്ഞാൽ അങ്ങനെ ഗൗരവമായി കാണേണ്ട കാര്യം തന്നെയില്ല. അവർ കയറി ഒരു സ്ഥലത്ത് ആളുകളെ ആക്രമിക്കുന്നതോ കണ്ടു കഴിഞ്ഞാൽ അതിനെ തടഞ്ഞില്ലെങ്കിൽ വലിയ വിമർശനം ഉയരില്ലേ? അതുണ്ടാവും. അപ്പൊ അതൊക്കെ അവിടെയും ഇവിടെ ഈ ക്രൈസ്തവ നയതന്ത്രമൊക്കെ നടത്തി നോക്കുമ്പോൾ അവിടുത്തെ ഈ കന്യാസ്ത്രീകളൊക്കെ ഈ തരത്തിലാണോ കൈകാര്യം ചെയ്യേണ്ടത്? അതല്ല, അത് തെറ്റാണ്, വാസ്തവമാണ്. എല്ലാത്തിനെയും വിമർശനം BJP ഇങ്ങനെ ചെയ്യുന്നു, ന്യൂനപക്ഷ വിരുദ്ധരാണെന്നുള്ളത് പറഞ്ഞു വലിക്കുമ്പോൾ അതൊരു സമൂഹത്തിൽ കൊടുക്കുന്ന മെസ്സേജ് മോശമാണത്. ശരി, അത് തന്നെയാണ് നമ്മളും ചർച്ച ചെയ്യുന്നത്. അല്ലാതെ നമുക്കിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. അവര് നന്നായി പോയാൽ അവർക്ക് കൊള്ളാം, അല്ലാതെ നമുക്കല്ലല്ലോ ഇതിൻ്റെ ഒന്നും കാര്യങ്ങൾ. ശ്രീ സന്തോഷാണ് വെള്ളരിക്കുണ്ടിൽ നിന്ന്. ശ്രീ സന്തോഷ്, താങ്കൾ എങ്ങനെയാണ് ഈ BJP ഇവിടെ ഒരു നയം, ഇപ്പോൾ ഇവർ പറയുന്നത് ഇവിടെ പ്രശംസാപത്രം അവിടെ കുറ്റപത്രം എന്നാണ് ഇന്ന് കത്തോലിക്ക സഭയുടെ നിയന്ത്രണത്തിലുള്ള മുഖപത്രമല്ല, കത്തോലിക്ക സഭയുടെ നിയന്ത്രണത്തിലുള്ള പത്രം ദീപിക അടക്കം മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത്. ശ്രീ സുധീറാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ സുധീർ, പറഞ്ഞോളൂ. സാറേ നമസ്കാരം. നമസ്കാരം. അതെ, അവിടെ ഒരു സർക്കാരുണ്ടല്ലോ ഈ ഛത്തീസ്ഗഡില്. ഇപ്പൊ അവിടെ ഈ കുട്ടികളെ ഇങ്ങനെ മതം മാറ്റുക എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല. അതിൽ വാസ്തവം ഉണ്ടോ എന്നുള്ളതെന്ന് വെച്ചാല് അത് അവിടെ നിയമപരമായിട്ട് കോടതി വരട്ടെ, അപ്പൊ ആവുമല്ലോ. പിന്നെ ആക്രമിക്കുക അല്ലെങ്കിൽ ഈ കന്യാസ്ത്രീ ബഹുമാനപ്പെട്ട ഈ കന്യാസ്ത്രീകളെ തന്നെ എന്താ പറയാ ആക്രമിക്കുക, ഇതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അവിടെ. പലരും പലതാ പറയണേ, BJP-നെ പറയണു. ഞാൻ ഇപ്പൊ രാഷ്ട്രീയ പാർട്ടി. ശ്രീ സുധീർ, നമുക്ക് ഈ രാജ്യത്ത് മതപ്രചരണം നടത്തുന്നതിന് ഇന്ത്യൻ ഭരണഘടന ആരെയും നിരോധിച്ചിട്ടില്ല. പ്രചരണം നടത്താം, ആ കുട്ടികളാണ് അവിടെ അവകാശപ്പെട്ടത്. ഏത് ഞങ്ങളുടെ സമ്മതമില്ലാതെ എങ്ങനെയായിരിക്കുന്നു എന്ന് നമ്മൾ കേട്ടത് അങ്ങനെയാണ് ഉള്ളത്. ആ കുട്ടികളുടെ സഹോദരനെയാണ് അവിടുത്തെ ബജറംഗ് ദളുകാർ പോലീസുകാരുടെ സാന്നിധ്യത്തിൽ ക്രൂരമായി ആക്രമിക്കുന്നത്. അതൊക്കെ ഇവിടെ ചാനൽ കൂടി കാണുന്നു. വ്യക്തമായി അറിയാൻ ഇവിടെ സർക്കാരുണ്ടല്ലോ, ഇവിടെ അന്വേഷിക്കാൻ പോയിട്ട് എന്താന്നുള്ളത്. അപ്പൊ നമ്മളിവിടെ സർക്കാർ ആ കാര്യത്തിൽ ഇടപെടണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. ഞങ്ങളെ പോലുള്ളവർക്ക് ഇവിടെ കേൾക്കാനുള്ള ഒരു മാർഗങ്ങളും അതുള്ളൂ, അത് അന്വേഷിക്കാനുള്ള മാർഗങ്ങളും എല്ലാ സംവിധാനവും ഉണ്ട്. ഇവരെ ഉപദ്രവിക്കുന്നില്ല, നിയമപരമായ വഴി നോക്കട്ടെ കാര്യങ്ങള്. അല്ല, അതുവരെയല്ലേ വേണ്ടത്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ കേസെടുക്കുകയോ അവർ തെറ്റായി ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ മനുഷ്യക്കടത്ത് കേസെടുക്കാം. പക്ഷെ ഇത് കാണുന്ന മനുഷ്യന് തന്നെ 2 കേരളത്തിലുള്ള മലയാളി കന്യാസ്ത്രീകൾ, ആ കന്യാസ്ത്രീകളിൽ അവിടെ മനുഷ്യക്കടത്ത് നടന്നിരുന്നു ഒരുപാട് കാലം മുമ്പ്. എങ്ങനെയാണ് നടക്കാൻ ഛത്തീസ്ഗഡിലെ പല മാവോയിസ്റ്റുകളും ഇതൊക്കെ ആയിട്ട് പല മതപരിവർത്തനങ്ങളൊക്കെ ഒരുപാട് നടന്നിരുന്നു. മതപരിവർത്തനമൊക്കെ എങ്ങനെയാണ് നടന്നു പോകുന്നത്? അവിടുത്തെ ദളിതരായ ആളുകൾ, ആ ദളിതരായ ആളുകളെ മനുഷ്യരായി പോലും പരിഗണിക്കാതെ അവരെ ക്രൂരമായി നിർത്തുന്ന സമയത്ത് അവരാണ് മതപരിവർത്തനം നടത്തിയെന്ന് പറയുന്നത് എന്താണ് കാര്യം?
എത്ര കൊണ്ട് ഉയർത്തിക്കൊണ്ടുവരാനുള്ള മാർഗങ്ങൾ ഇന്ത്യ സർക്കാർ ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടൊന്നും ഉയർത്തിക്കൊണ്ട് വരുന്നില്ലല്ലോ ആരെയും. ഇപ്പോഴും ദളിതന്റെ അവസ്ഥ ഇന്ത്യയിൽ തീരെ പരിതാപകരം എന്ന് പറയാം, അതിനപ്പുറത്തെ പരിതാപകരമല്ലേ? ഒരുപാട് ആദ്യം ഒരു 10 വർഷത്തെ പിന്നാക്കം നോക്കുമ്പോ ഇപ്പൊ ഒരുപാട് കയറി വന്നിട്ടില്ലേ? എവിടെ ഒരുപാട് കയറി വന്നത്? ഇപ്പോഴും എത്ര ഈ ഇന്ത്യയിലടക്കം മൊത്തം എടുത്താൽ IAS കാരിൽ എത്ര SC SC എത്ര പട്ടികവർഗക്കാരുണ്ട്? ഇന്ത്യയിലെ ഡോക്ടർമാരുടെ എണ്ണം എടുത്താൽ എത്ര പട്ടികവർഗക്കാരുണ്ട്? ഇന്ത്യയിലെ ഏതെങ്കിലും സെക്രട്ടറിമാരുടെ എണ്ണം എടുത്താൽ ഒരു പട്ടികവർഗക്കാരനെങ്കിലും കാണിക്കാനുണ്ടോ? കണക്കെടുത്ത് നോക്കിയോ? അതിലും അല്ല, അങ്ങനെ കണക്കെടുത്ത് അങ്ങ് പട്ടികജാതിക്കാരെ ആകെ ഉദ്ധരിച്ചൊന്നും പറഞ്ഞോളായിരുന്നു. ജില്ലകളിൽ അല്ല, എല്ലാ ഗ്രാമങ്ങളിലേക്കും വൈദ്യുതി ആയിക്കോട്ടെ, മറ്റേ ജലമായിക്കോട്ടെ, എല്ലാം എത്തിച്ച് എല്ലാവരും എന്താ പറയാ ഇതായിട്ട് കൊണ്ടുവന്ന് വരികയാണ് സർക്കാർ ചെയ്യുന്നത്. ശരി സുധീർ, എന്തായാലും അങ്ങനെയൊന്നും ഇന്ത്യയിലെ ഒരു സർക്കാർ ഇതുവരെ ചെയ്ത് ഇന്ത്യയിലെ ഏറ്റവും അടിസ്ഥാന വർഗത്തിന്റെ സ്ഥിതി ഇപ്പോഴും അന്നും ഇന്നും എല്ലാം ഏറെക്കുറെ വലിയ വ്യത്യാസമില്ലാതൊക്കെ ഇന്ത്യയിൽ തുടരുന്നുണ്ട്. അതിനി ഈ സർക്കാരിനോ വേറെ സർക്കാരിനോ കാര്യമായ വ്യത്യാസമൊന്നുമില്ല. അവിടെയൊക്കെ കേരളത്തിലൊക്കെ ഒഴികെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഈ പറയുന്ന ജാതി വിവേചനവും കാര്യങ്ങളും ഒക്കെ കാര്യമായിട്ടുണ്ട് താനും. ശ്രീ കൃഷ്ണയാണ് കാവാലത്ത് നിന്നാണ്. ശ്രീ കൃഷ്ണ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? സാർ, കേരളത്തിൽ നരേന്ദ്രമോദി സർക്കാർ വന്ന സമയത്ത് വർഗീയത കൊണ്ട് ഇട്ടതാണ്. അത് പ്രശ്നമാണ്. അത് കേരളത്തിൽ നടക്കില്ല എന്ന് അവർക്ക് അറിയാമായിരുന്നു. പിന്നെ കേരളത്തിൽ ഈ ക്രൈസ്തവരുടെ അടുത്തൊരു തന്ത്രം നടക്കില്ല എന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെ ക്രൈസ്തവരെ കൂട്ടിക്കൊണ്ട് ഇലക്ഷൻ സമയമൊക്കെ അല്ലേ മുന്നോട്ട് പോകാനാണ് അവർ പോകുന്നത്. ശരി, ശ്രീനിവാസനാണ് ചേരുന്നത്. ശ്രീനിവാസൻ തിരുവനന്തപുരത്ത് നിന്നാണ്. ശ്രീനിവാസൻ, താങ്കൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ നീക്കങ്ങളെയൊക്കെ കാണുന്നത്? ഇതൊക്കെ കാണിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇരട്ടത്താപ്പാണ്. ഇവിടുത്തെ ക്രിസ്ത്യാനികളെ കൂട്ടുപിടിച്ചു മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ ക്രിസ്ത്യാനികളെ ദ്രോഹിക്കുക. ഇതൊക്കെ ഇരട്ടത്താപ്പല്ലേ? എല്ലാവർക്കും അറിയാം. രാഷ്ട്രീയ പാർട്ടികൾ സ്വാഭാവികമായും അങ്ങനെയൊക്കെ ചെയ്യില്ലേ ശ്രീനിവാസൻ? അത് BJPക്ക് ആയാലും കോൺഗ്രസ് ആയാലും CPM ആയാലും ഒക്കെ അവർ വോട്ട് പിടിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യും. ഇതൊക്കെ തിരിച്ചറിയാൻ കഴിവില്ലാത്തവരാണോ ഈ സഭയുടെ ഒക്കെ തലപ്പത്തിരിക്കുന്ന ആളുകൾ? അവരൊക്കെ ആണല്ലോ ഇതിന് മുൻകൈ എടുത്ത് നിൽക്കുന്നത്. ഇവിടെയുള്ളവരൊക്കെ അരിയാഹാരം കഴിക്കുന്ന ആൾക്കാരാണ് കേരളത്തിൽ. എല്ലാവർക്കും അറിയാം. എല്ലാ രാഷ്ട്രീയങ്ങളും എല്ലാ കാര്യങ്ങളും അറിയാം. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവര് ലോക്സഭയിൽ തൃശ്ശൂരിൽ വോട്ട് കിട്ടാൻ വേണ്ടി എല്ലാ അരമനയിലും കേക്കും കൊടുത്തും എല്ലാവരും കൂട്ടുപിടിച്ചു പോയി ജയിച്ചു കഴിഞ്ഞപ്പോ പ്രത്യേകമായിട്ടുള്ള സ്വഭാവ രീതികൾ ഇരട്ടത്താപ്പല്ലേ സാറ്? ശരി, ശ്രീ രാംദാസ് ആണ് തൃശ്ശൂരിൽ നിന്നാണ്. ശ്രീ രാംദാസ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? ഞാൻ പറയുന്നത് ഇപ്പൊ ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും നമ്മൾ ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ ഒരേ ലെവലിൽ കണ്ടവരെ നടപടി എടുക്കണം. കാരണം ഇതിപ്പോ കന്യാസ്ത്രീകളായിപ്പോയി. അത് ഇപ്പൊ നമ്മൾ സാധാരണ ഏത് മനുഷ്യനും ഇതുപോലെ സംഭവിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഇതിലിപ്പോ ഒരാൾ പർപ്പസിൽ ഉണ്ടാക്കിയിട്ടുള്ള കാര്യമല്ല. ഇത് നരേന്ദ്രമോദിനെ കുറ്റം പറയുന്നില്ല, ഞാൻ മറ്റ് നേതാക്കന്മാരൊന്നും കുറ്റം പറയാം. പക്ഷെ ഇതുപോലുള്ള സംഭവങ്ങൾ വരുമ്പോൾ നമ്മൾ വളരെ കാര്യക്ഷമമായിട്ട് ഇതിന് നടപടിയെടുക്കണം. പിന്നീട് ഇതുപോലെ സംഭവങ്ങൾ ഉണ്ടാവരുത്. ശരി, നടപടി ഉണ്ടാവണമെന്നുള്ളതാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീ ജയകുമാർ, ശ്രീ ജയരാജനാണ് വയനാട് നിന്നും. ശ്രീ ജയരാജൻ, താങ്കൾ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ സമീപിക്കുന്നത്? അതെ സാറേ, ഞാൻ ന്യൂസ് 18 ഒരു സ്ഥിരം പ്രേക്ഷകനാകട്ടോ. എനിക്ക് നിങ്ങളുടെ പരിപാടി 4 മണിക്കും രാത്രി 7 മണിക്കുള്ള പരിപാടികളിൽ കൃത്യമായി കാണുന്ന ഒരാളാണ്. ശരി, ആദ്യം ഇത് പറഞ്ഞാല് ഈ ഛത്തീസ്ഗഡ് എന്നൊക്കെ ഒരു സെൻസിറ്റീവ് ഏരിയ ആണ്. അവിടെ ആദിവാസി മേഖലകളാണ്. ദാരിദ്ര്യവും കഷ്ടപ്പാടൊക്കെ അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾ തന്നെയാണ്. അവിടെ ഇതിനു മുമ്പൊക്കെ കൂട്ടമായിട്ട് മതം മാറ്റങ്ങൾ നടന്നിട്ടുണ്ട്. അതൊരു സത്യമാണ്. അതിന്റെ പേരിൽ ഇപ്പോ 2 കന്യാസ്ത്രീകൾ അവര് ചിലപ്പം മതം മാറ്റാനാ കൊണ്ടുവന്നുള്ളത് കോടതിയിൽ കേസ് അവർ തെളിയിക്കട്ടെ. പിന്നെ കന്യാസ്ത്രീകളാണ് മാത്രം നിങ്ങൾ എടുത്തുകൊണ്ടിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ദിവസം കാസർഗോഡ് ഒരു വൈദികനെ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തത് അയാൾ ആ വേഷത്തിന് ബഹുമാനിക്കുന്നോ നമ്മൾ? എന്നാൽ കന്യാസ്ത്രീകളാണ് അവർ മനുഷ്യരാണ്. അവർ ചിലപ്പോൾ ഈ ഇതിന്റെ അവരെ നിർദ്ദേശാനുസരണം അവർ വല്ല മതമാറ്റത്തിനും ശ്രമിച്ചിട്ടുണ്ടോ ഇല്ലോ എന്ന് കോടതി തീരുമാനിക്കട്ടെ. അല്ലാതെ അതിന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക. ജയരാജൻ, എന്റെ സംശയം, അവർക്ക് അവരുടെ മതം പ്രചരിപ്പിക്കാൻ, താങ്കൾക്ക് താങ്കളുടെ മതവും അവർക്ക് അവരുടെ മതവും ഒക്കെ പ്രചരിപ്പിക്കാൻ ഇന്ത്യൻ ഭരണഘടന അവകാശം നൽകിയിട്ടുണ്ട്. അതിനെന്താണ് തെറ്റ്?
ഭീഷണിപ്പെടുത്തിയോ പ്രലോഭിച്ചോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഭീഷണിപ്പെടുത്തി അങ്ങനെ ഏതെങ്കിലും ഒരു കന്യാസ്ത്രീ ഇവിടുന്ന് അവിടെ പോയി അവിടെയുള്ള ഒരു BJP ഭരിക്കുന്ന ഒരു നാട്ടിൽ പോയി അവിടുത്തെ ഒരാളുകളെ ഭീഷണിപ്പെടുത്തി ഈ 2 മലയാളി കന്യാസ്ത്രീകൾ മതം മാറ്റി എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം അതെങ്ങനെയാണ്? താങ്കൾക്ക് ഒരു സാമാന്യ ലോജിക്ക് ഉണ്ടല്ലോ ഇതിനൊക്കെ. അല്ല, സാമാന്യ ദാരിദ്ര്യം പിടിച്ച ആൾക്കാരെയൊക്കെ വേണമെങ്കിൽ അവർ വല്ല പാരിതോഷികളെല്ലാം കൊടുത്ത് മതം മാറ്റാൻ ശ്രമിക്കാൻ കഴിയും. ദാരിദ്ര്യം പിടിച്ചവർക്ക് പാരിതോഷികം കൊടുത്ത് മതം മാറ്റുന്നെങ്കിൽ മാറ്റട്ടെന്ന്, അവരുടെ ദാരിദ്ര്യമെങ്കിലും മാറുമല്ലോ. ഈ മതത്തെ കെട്ടിപ്പിടിച്ചിരുന്നോണ്ട് എന്ത് സാധിക്കാനാണ്? ഒരാളുടെ ദാരിദ്ര്യം മാറുമെങ്കിൽ അയാൾ മതമല്ല എന്തും മാറാൻ തയ്യാറാവും. ആളുകൾ ദാരിദ്ര്യം മാറ്റാൻ വേണ്ടി കിഡ്നി വരെ വെക്കുന്ന കാലത്ത് ദാരിദ്ര്യമാണ് ഏറ്റവും മനുഷ്യനെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അല്ല മതം ഒന്നും ആരുടെയും വയറ് നിറക്കില്ല. നിങ്ങളോട് വ്യക്തിപരമായിട്ട് ഒരു കാര്യം പറയാം, ഞാൻ ഈ വലിയ മതത്തിലോ മറ്റൊരു വിശ്വസിക്കുന്ന ഒരു ആളൊന്നുമല്ല. കാരണം നിങ്ങൾ പറഞ്ഞത് ശരിയാ, മാർഗം. പക്ഷെ അന്നേരം വേറൊരു പ്രശ്നമുണ്ട്. ഇതിനെ വീഴ്ച മറ്റുള്ളവരുണ്ട് മതക്കാര്, അവർക്ക് ഇതിനെ എതിർക്കും. സംഘടിതമായിട്ട് എതിർക്കുന്ന ആളുകൾക്ക് അവരുടെ ദാരിദ്ര്യം മാറ്റിയാൽ, ദാരിദ്ര്യം കൊണ്ടാണ് ഒരാൾ മതം മാറുന്നതെങ്കിൽ അവരുടെ ദാരിദ്ര്യം മാറ്റിയാൽ പിന്നെ അവർ മതം മാറില്ലല്ലോ. എങ്കിലും അതല്ലേ ഏറ്റവും എളുപ്പമാർഗം. നിങ്ങൾ ദരിദ്രരായി തുടരണം. നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ മതമല്ല. ഒരാൾ പരമ പട്ടിണിയിൽ നിൽക്കുന്ന കാലത്ത് അവർക്ക് എന്ത് പറഞ്ഞാലും അവർ ചെയ്യും. ഏത് മനുഷ്യനും ചെയ്യും. അവന്റെ പട്ടിണി മാറ്റാനാണ് നോക്കേണ്ടത്, അല്ലാതെ അവന്റെ മതം മാറ്റാൻ വരുന്നവനെ എതിർക്കല്ലേ വേണ്ടത്. അതിന് സർക്കാരുകൾ പല പരിപാടികൾ കൊണ്ടുവരണം. നമ്മുടെ രാഷ്ട്രീയക്കാരും സർക്കാരുകളൊക്കെയാണ് ഇവിടുത്തെ പിന്നോക്കക്കാരെ ഉദ്ധരിക്കാൻ മുൻകൈ എടുക്കേണ്ടത്. അത് ഒറ്റയടിക്കൊന്നും കഴിയില്ല. ഘട്ടംഘട്ടമായി അങ്ങനെ പരിപാടികൾ പലതും നടന്നു വരുന്നുണ്ട്. അതൊക്കെ കാലക്രമത്തിലൊക്കെ മാറും. അവർക്ക് വിദ്യാഭ്യാസം വേണം, ആവശ്യത്തിന് ഭക്ഷണം വേണം, ജീവിത സൗകര്യങ്ങൾ ഒരുക്കണം. ഇതിനെല്ലാം നമ്മൾ കൂടി സമൂഹം കൂടി ബാധ്യത അവരെ ഉദ്ധരിച്ചെടുക്കാൻ. സമൂഹം ബാധ്യസ്ഥൊക്കെയാണ്, ഇനി യാതൊരു സംശയമില്ല. ഈ പാവപ്പെട്ട മനുഷ്യരെ ചൂഷണം ചെയ്താണല്ലോ സമൂഹത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരും ജീവിക്കുന്നത് തന്നെ. അല്ലാതെ അവരാരും അത് ചൂഷണമാണെന്ന് അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളല്ലോ. അല്ലാതെ അതിനുള്ള അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം കൊടുക്കണം അവർക്ക്. അതെ, സ്വാതന്ത്ര്യം കിട്ടിയ 75 കൊല്ലമായിട്ടും ഇപ്പോഴും അടിസ്ഥാന വിദ്യാഭ്യാസം കൊടുക്കാൻ ഇന്ത്യയിലെ 40% ജനങ്ങൾക്ക് ഇപ്പോഴും കിട്ടുന്നില്ല എന്ന യാഥാർത്ഥ്യം കൂടി ഉണ്ട്. അല്ല, അതൊക്കെ സത്യം തന്നെയാണ്. കാരണം വിദ്യാഭ്യാസമുള്ളവനെ ചൂഷണം ചെയ്യാൻ കഴിയില്ല. വിദ്യാഭ്യാസത്തിൽ തന്നെ ചൂഷണം ചെയ്തു കൊണ്ടുപോകാം. അതൊരു സാമൂഹ്യ വ്യവസ്ഥ നിലനിൽക്കുന്നത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ ജയരാജൻ. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ ദാസൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? കിരൺ ബാബു, ഈ BJP എന്ന് പറഞ്ഞാൽ ഒരു ശരിക്കും ഒരു സവർണ ഫാസിസ്റ്റ് പാർട്ടി തന്നെയാണ്, ഒരു സംശയമില്ല. നിങ്ങളൊക്കെ സാധാരണ നമ്മുടെ നാട്ടിൻപുറത്തെ BJP-ക്കാരെ നോക്കോ, ആ മുണ്ടൊക്കെ കയറ്റി കഷ്ടത്തിൽ കയറ്റി കുടിച്ചിട്ട് നാട്ടുകാരെ മൊത്തം വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പൂഞ്ഞ വിളിക്കുക നടപ്പല്ലേ ഇവര്. ഈ പാർട്ടിയുടെ അവസ്ഥ തന്നെ ചില വളരെ ഇഷ്ടന്മാരൊക്കെ അതുമൊക്കെ വലിയ വീമ്പളക്കുന്നതാണ് ഈ നാട്ടിലെ BJP എന്റെ അവസ്ഥ. ഈ BJP-നെ ഈ നാട്ടിൽ നിന്ന് നമുക്ക് എങ്ങനെങ്കിലും തകർത്തിട്ടില്ലെങ്കിൽ ഈ നാട്ടിന്റെ കാര്യം മൊത്തം പരിതാപരായിരിക്കും. കിരൺ ബാബു, നമുക്ക് സഹിക്കാൻ പറ്റുന്ന അവസ്ഥയിലൊക്കെ ഇവർ കൊണ്ടുപോകും. ഇവർ പഴയ ആ ജാതി അവസ്ഥയിലൊക്കെ എങ്ങനെ നമ്മുടെ അയിത്തം എങ്ങനെ മുണ്ടെടുക്കാൻ, ഈ മുട്ടിന് താഴെ മുണ്ടെടുക്കാൻ പറ്റിയ അവസ്ഥയിലൊക്കെ അവർ കൊണ്ടുപോകുന്നത്. ഇവരെ നമ്മൾ ഇപ്പം തന്നെ ഇനിയെങ്കിലും ഈ നാട്ടിലെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി എതിർത്തില്ലെങ്കിൽ. ശ്രീദാസൻ, ഓരോ നാട്ടിലും ഏത് രാഷ്ട്രീയ പാർട്ടി വേണമെന്ന് ഓരോ അതിന്റെ MP തുടങ്ങിയ നാളുകളൊക്കെയാണ് തീരുമാനിക്കുന്നത്. നമുക്കിപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ രാഷ്ട്രീയമായി എതിർക്കാം, എതിർത്ത് പറയാമെന്നതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇല്ലാതെ ആവണം അങ്ങനെയൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അത് ഓരോ രാഷ്ട്രീയ പാർട്ടിക്ക് പിന്തുണയുണ്ടെങ്കിൽ, ആളുകളുണ്ടെങ്കിൽ അവർ അവരുടെ നിലനിൽപ്പുണ്ടാവും. ശ്രീ ഫൈസലാണ് വയനാട് നിന്നും. ശ്രീ ഫൈസൽ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഹലോ, നമസ്കാരമുണ്ട് ഫൈസൽ, പറഞ്ഞോളൂ. നമസ്കാരം സാറേ. സാറ് പറഞ്ഞതുപോലെ ഇതെന്തായാലും ഭയങ്കര അപലപിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. പക്ഷെ നിങ്ങൾ ആദ്യം പറഞ്ഞത്, പക്ഷെ ഒരു ജയരാജന് വയനാട് നിന്ന് വിളിച്ചപ്പോ പട്ടിണി കൊണ്ടൊക്കെ ആൾക്കാർ മതം മാറുന്ന അവസ്ഥ വരുന്നുണ്ട് എന്നാണ്. അത് സാറ് അതിന് പ്രോത്സാഹിപ്പിക്കുന്നത് പോലെയാണ് പറയുന്നത് കണ്ടത്. ശ്രീ ഫൈസൽ, ആ അർത്ഥത്തിലല്ല. ഈ പട്ടിണി ഉള്ളവരൊക്കെ മതം മാറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞത് പട്ടിണി ഉള്ളവർ മതം മാറുന്നെങ്കിൽ മാറിക്കോട്ടെ. ഒരാളുടെ മതം മാറുമെങ്കിൽ പട്ടിണി മാറുമെങ്കിൽ അവർ മതം മാറിക്കുന്നതിന് എന്താണ് തെറ്റ്? അവരുടെ പട്ടിണി മാറ്റുകയല്ലേ വേണ്ടത്. അതാണ് ഒന്നാമത്തെ ഘടകം. പട്ടിണി, ഒരാൾ പട്ടിണി കൊണ്ടാണ് മതം മാറുന്നെങ്കിൽ അവരെ പട്ടിണി മാറ്റുകയാണ് വേണ്ടത്, അല്ലാതെ മതം മാറ്റാൻ പറ്റുന്നവരെ എതിർക്കല്ല വേണ്ടതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ പറഞ്ഞു. ഓക്കെ, പട്ടിണിയൊക്കെ, പക്ഷെ ദാരിദ്ര്യത്തിന് നമ്മൾ ചൂഷണം ചെയ്യാണെന്ന് നിങ്ങൾ. അതൊക്കെയാണ്. പക്ഷേ അടിസ്ഥാനപരമായ ഒരു മനുഷ്യൻ ദരിദ്രനായി അവന് ജീവിക്കാൻ വകയില്ല, അവന് പട്ടിണിയാണെങ്കിൽ അവന്റെ മുന്നിൽ വരുന്ന കാര്യത്തെ പിന്നെ അവന് മറ്റൊന്നും നോക്കാൻ കഴിയില്ല. ഏറ്റവും മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യം എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് തന്നെയാണ്. മറ്റെല്ലാം നമുക്ക് ഉള്ളപ്പോഴാണ് ബാക്കി കാര്യങ്ങളൊക്കെ പറയാൻ കഴിയുന്നത്. ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്നത് ശരിയാന്ന് പറയല്ലേ ഞങ്ങള്? അല്ല, ഞാന് ഈ പറഞ്ഞത് ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ പല സ്ഥലത്തും ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അദ്ദേഹത്തിന്റെ ടെലിഫോൺ ബന്ധം തടസ്സമുണ്ടായിരുന്നു. ശ്രീ ഡേവിഡ് വിജയാണ് പള്ളുരുത്തിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഡേവിഡ് വിജയ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഞാൻ ഈ സ്ഥലമായിട്ട് 19 വർഷം മുമ്പ് ഞാൻ അവിടെ പോയിട്ടുള്ളതാണ്. ദുർഗ്, രാജ്നാന്ദഗാവ്, ബിലായ് എന്നൊക്കെ കേട്ടില്ലേ? സ്റ്റീൽ പ്ലാന്റ്, ബിലായ് റോഡ്, ബിലായ് നഗർ, റായ്പൂർ,
അന്ന് ഒറ്റ സംസ്ഥാനമായിരുന്നു. അന്ന് മധ്യപ്രദേശിന്റെ ഭാഗമായിരുന്നു ഛത്തീസ്ഗഡ്. മധ്യപ്രദേശിന്റെ ഭാഗമായിരുന്നു അത്. അന്നും പിന്നാക്കാവസ്ഥ കിടക്കുന്ന സ്ഥലമാണ് ഈ ഛത്തീസ്ഗഡ് ഏരിയ. അപ്പൊ അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് BJP ഒക്കെ എന്നായി അധികാരത്തിൽ വന്നത്. ഇപ്പൊ താങ്കൾക്കോട് ഒത്തിരി പേര് ചൂടാവുന്ന ഞാൻ കണ്ടു അത് പറഞ്ഞപ്പോൾ. BJP കുറ്റം പറയാന്ന് പറഞ്ഞുകൊണ്ട് അതിലൊരു ചെറിയ വാസ്തവമുണ്ട്. കാരണം എന്റെ സിസ്റ്റത്തിലോ തന്നെ ഒരു സജഷൻ സിസ്റ്റമാണ് എന്റെ വൈദ്യുതി കേട്ടത്. അല്ല, അവിടെ BJP അല്ലേ കൂടുതൽ കാലം അവിടെ ഭരിച്ചത്? ആദ്യം ഒരു ഭരണം കഴിഞ്ഞാൽ, കോൺഗ്രസിന്റെ ഭരണം കഴിഞ്ഞാൽ പിന്നീട് തുടർച്ചയായി രമൺ സിംഗ് അല്ലേ അവിടെ ഭരിച്ചുകൊണ്ടേയിരുന്നത്? കോൺഗ്രസും ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയ മുതൽ കുറച്ചു കാലം കോൺഗ്രസ് തന്നെയായിരുന്നു അവിടെ. അതല്ലേ ഛത്തീസ്ഗഡ് സംസ്ഥാനം രൂപപ്പെട്ട ശേഷം. കാരണം ഞാൻ രാഷ്ട്രീയം പറയുന്നത് ഇത് രാഷ്ട്രീയവൽക്കരിക്കേണ്ട ഒരു വിഷയമല്ല അത്. ആരാ ഇത് പലരും പറയുന്നതായിട്ട് തോന്നുന്നു മോദി അങ്ങോട്ട് കുറെ കന്യാസ്ത്രീകളെ പിടിച്ച് അകത്തിട്ടെന്ന് പറഞ്ഞു. അതൊക്കെയാണ് അവരെ ചൂടാക്കുന്നത്. ഇപ്പൊ ഒത്തിരി പേര് നിങ്ങളുടെ അടുത്ത് ചൂടാവുന്ന ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഇത് രാഷ്ട്രീയവൽക്കരിക്കേണ്ട വിഷയമല്ല. ഇത് ഫ്യൂഡലിസം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് എന്നും അടിമ സമ്പ്രദായത്തിൽ അവരുടെ കീഴിൽ അവർ കിടക്കണം, പഠിക്കാൻ പാടില്ല. അല്ല, താങ്കൾ അത് അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട് ചെറിയൊരു സംശയം കൂടി ചോദിക്കുകയാണ്. ഈ ചില രാഷ്ട്രീയ ആശയങ്ങൾ വിശ്വസിക്കുന്നവർ ഈ ഫ്യൂഡലിസത്തിൽ കൂടി അതിന്റെ ആശയഗതികളെ കൂടി കൂടുതൽ താലോലിക്കുന്നത് കൊണ്ടല്ലേ അത്തരം വിഷയങ്ങളൊക്കെ വരുന്നത്? കോൺഗ്രസ് നിൽക്കില്ല. രണ്ട് ഗവൺമെന്റും വരാത്ത കാര്യമാണ്. ഓൾ ഇന്ത്യ ലെവലിൽ വന്നാൽ അവരിതിനെ കർശനാക്കി ഫ്യൂഡലിസ്റ്റിനെ നിർത്തണം. ഇപ്പൊ അമിത്ഷാ പറഞ്ഞത് ഞാൻ കേട്ടു. അമിത്ഷായുള്ള ബഹുമാനെ കൊണ്ട് പറയല്ല, അദ്ദേഹം നക്സലിസം ഞങ്ങളിവിടെ ഇല്ലാതാക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇഗാലിറ്റേറിയൻ സൊസൈറ്റി എന്ന് പറഞ്ഞ സങ്കല്പത്തിലേക്കൊന്നും അവർ വരാൻ പോലില്ല. അടിമകളെ പോലെയാണ് ആ ഛത്തീസ്ഗഡിന്റെ ആ ഭാഗങ്ങളിൽ ബസ്തർ, രാജനാന്ത്, അതിന്റെ അപ്പുറത്തുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, അഡ്ഗർ, ദംതരി, ഇവരൊക്കെ ആധുനികമാണ്. അപ്പൊ അവരെ ഉയർത്താൻ നോക്കുക. അപ്പൊ തന്നെ പ്രശ്നം ഇല്ലാതാവും. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. BJP ഒരു ഭാഗത്ത് കേരളത്തിൽ നയതന്ത്രവുമായി ക്രൈസ്തവ സഭകൾക്ക് പിന്നാലെ നിൽക്കുന്നു. ക്രൈസ്തവ സഭകളുടെ മേലധ്യക്ഷന്മാരടക്കം BJPക്ക് അനുകൂലമായ രീതിയിലേക്ക് ചിന്തിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ മറ്റു സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല അവസ്ഥയുണ്ടാകുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഛത്തീസ്ഗഡിൽ 2 മലയാളി കന്യാസ്ത്രീകളെ ഇപ്പോൾ റിമാൻഡിലാണ്. അവർ നിർബന്ധിത മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചു, അവർ മനുഷ്യക്കടത്ത് ശ്രമിച്ചു തുടങ്ങിയ കുറ്റങ്ങളാണ് FIRൽ ഉള്ളത്. ഈ വിഷയമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ശ്രീ സുനീറാണ് എറണാകുളത്ത് നിന്ന്. ശ്രീ സുനീർ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? ശ്രീ സുനീർ പറഞ്ഞോളൂ. അതില് പലരും ഈ ചർച്ച കുറച്ചു നേരമായിട്ട് ഞാൻ വിശദമായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ശരി. അതില് പലരും ഇതിൽ രാഷ്ട്രീയമില്ല, അത് ആ സ്ഥലത്തിന്റെ പ്രത്യേകതയാണ്, മാഡമ്പിസമാണ്, ഫ്യൂഡലിസമാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സത്യത്തിൽ ഇത് ആദ്യത്തെ സംഭവമല്ല നമ്മുടെ ഇന്ത്യയിൽ. ഉത്തരേന്ത്യയില് പല ഘട്ടങ്ങളിലും ഇതുപോലെയുള്ള കന്യാസ്ത്രീകളെ, പ്രത്യേകിച്ച് സ്ത്രീകളെ ട്രെയിനിലടക്കം തടഞ്ഞു വെക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നിലവില് കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്, താങ്കൾ പറഞ്ഞോളൂ. നിലവിൽ കേരളം എന്ന ഈ ഒരു പച്ചത്തുരുത്തിൽ ഒരു പരിധിവരെ ജനാധിപത്യവും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ശക്തമായ ഇടപെടലുകളും ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ സവർണ ഫ്യൂഡലിസം കേരളത്തിൽ നടപ്പാകാത്തത്. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ പറഞ്ഞായിരുന്നു, വിശന്നിരിക്കുന്ന വയറിന് എന്ത് മതം? അവരെ സംബന്ധിച്ച് തൊഴിലില്ലായ്മ, മറ്റുള്ള അരക്ഷിതാവസ്ഥ, ആ അരക്ഷിതാവസ്ഥയിൽ ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയാൽ അവരോടൊപ്പം കൂടും. അത് യാഥാർത്ഥ്യമാണ്. ഇത് തികച്ചും ഫാസിസ്റ്റ് തന്ത്രം തന്നെയാണ്, ഫാസിസ്റ്റ് രീതിയാണ്. ഇത് മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ സമൂഹമാണ്. കേരളത്തിലൊരു ഇലക്ഷൻ ഉണ്ടാവുമ്പോൾ ഒരുപാട് ഓഫറുകൾ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ എല്ലാം ഒരുപാട് ഓഫറുകൾ അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം മുസ്ലിങ്ങളടക്കം, ക്രിസ്ത്യാനികളടക്കം, ന്യൂനപക്ഷങ്ങളടക്കം വളരെയേറെ പീഡനങ്ങൾ, ഇതുപോലുള്ള ഒറ്റപ്പെടലുകൾ, ആക്രമണങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. ശരി, ശ്രീ സുനീറാണ്. ശ്രീ ദീപു ആണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ദീപു, ഒരു ഭാഗത്ത് കേക്ക് കൊടുക്കുന്നു, മറുഭാഗത്ത് കുറ്റപത്രം കൊടുക്കുന്നു, ഇതാണ് അവസ്ഥ എന്നാണ്. എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഈ വിഷയത്തെ കുറിച്ച് കൃത്യമായ ഒരു രാഷ്ട്രീയം മാധ്യമങ്ങളും തുറന്നുണ്ടല്ലോ. അതിന്റെ ഭാഗമായാണ് നിങ്ങൾ ഈ ചർച്ച നടത്തുന്നത്. അതുകൊണ്ടാണ് ഞാനും വിളിക്കുന്നത്. അപ്പം ഈ വിഷയത്തില് ഇവിടെ BJP ഇപ്പൊ ഇവിടെ ക്രിസ്ത്യൻ മേഖലയിൽ നിൽക്കുന്ന ക്രിസ്ത്യൻ ഫോളോ ചെയ്യുന്ന എല്ലാവരും എന്നല്ല പറയുന്നത്, അതിന്റെ മേൽ
പാതിരിമാരായാലും പിതാക്കളായാലും ഒക്കെ പലപ്പോഴും BJPയോട് ഒരു മമത കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം ഇവിടെ കേരളത്തിൽ അവർ സേഫ് സോണിൽ ഇരിക്കുക. ഇവിടെ ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് നിലപാടും ഏതും എടുക്കാം, ഞങ്ങളൊരു അപ്പർ ലെവലിൽ ഇരിക്കുകയാണ് എന്ന ലെവലിലാണ് അവർ കാണുന്നത്. മണിപ്പൂരിൽ വിഷയങ്ങൾ ഉണ്ടായപ്പോഴും ഇവിടെ BJPയെ സപ്പോർട്ട് ചെയ്തു അവര്. അപ്പം ഇന്ന് പിന്നെ നമ്മുടെ ഈ ഓർത്തഡോക്സ് സഭയുടെ ഭദ്രാസഭൻ നിങ്ങളുടെ ചാനലിലൂടെയും മറ്റു ചാനലിലും അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ആദ്യം ഈ ന്യൂനപക്ഷങ്ങളെ അവര് തേടി വരും. ഏതാണ്? ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഇല്ലാതാക്കണം. പക്ഷെ അദ്ദേഹം വിചാരധാരയിലെ ഒരാളെ വിട്ടുപോയി, കമ്മ്യൂണിസ്റ്റുകാരെ അദ്ദേഹം വിട്ടുപോയി. അത് മനഃപൂർവ്വം വിട്ടുപോയതാണെന്ന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം മനസ്സിലാവും. പക്ഷെ അപ്പോഴും ഇവര് ഈ ഒരു നിലപാടിലേക്ക് തിരിച്ചെത്തുന്നുണ്ടല്ലോ, അത് തന്നെ ഇവർക്ക് തിരിച്ചറിവ് ഉണ്ടാകും എന്നാണ് കാണുന്നത്. അദ്ദേഹം തന്നെ പറയാണ് ED ഒക്കെ പേടിയാണ്, അതുകൊണ്ടാണ് ഇവര് BJPയോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് എന്ന് അദ്ദേഹം തന്നെ പുറത്തു പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പിന്നെ കോൺഗ്രസ് ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട്, കേരളത്തിൽ എടുക്കുന്ന നിലപാട് സ്വാഗതാർഹം തന്നെ. അതിനകത്ത് പിന്നെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. പക്ഷെ എന്താണ് ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് എടുക്കുന്ന നിലപാട്? ഇന്ന് നിങ്ങൾ തന്നെ ഇപ്പൊ ഈ ചാനലിൽ നിങ്ങൾ കാണിക്കുന്ന പലതിലും കോൺഗ്രസിന്റെ MP-മാര് അവിടെ പിന്നെ നമ്മുടെ ലോക്സഭയുടെ ബിൽഡിങ്ങിന്റെ മുന്നിൽ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. എവിടെ ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന്റെ MP-മാര്? അവർക്ക് ഇവരോട് ആർക്കും ഈ പറയുന്ന ഈ പറയുന്ന ഈ വിഷയത്തിൽ അവർക്കൊരു അഭിപ്രായവുമില്ലേ? അവർക്ക് ഇതിനകത്തൊന്ന് ഇടപെടണ്ടേ? അവരുടെ അഭിപ്രായം എന്താണ്? അവിടുത്തെ കോൺഗ്രസിന്റെ 35 പേരുണ്ട് അസംബ്ലിയിൽ. ആ അസംബ്ലിയിലെ പ്രതിപക്ഷ നേതാവ് ഉണ്ടാവുകയും അദ്ദേഹത്തിന്റെ അഭിപ്രായം ഏതെങ്കിലും ഒരു മാധ്യമങ്ങൾ എടുത്തോ? കോൺഗ്രസിന്റെ ഈ ഇരട്ട മുഖം പുറത്ത് കാണിക്കേണ്ടതല്ലേ? BJPയുടെ മുഖം കാണിക്കുന്നതിനോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ഇരട്ട മുഖം കാണിക്കേണ്ടതാണ്. കോൺഗ്രസ് ഇവിടെ കാണിക്കുന്നത് ഇവിടുത്തെ വോട്ട് ലക്ഷ്യമാക്കിയുള്ള കാര്യങ്ങളാണ്. ഈ വിഷയത്തിൽ ഇടപെടണമെങ്കിൽ അവിടുത്തെ കോൺഗ്രസ് എന്ത് ചെയ്തു? ആ കോൺഗ്രസിന്റെ എന്താണ് പ്രസ്താവന? എന്താണ് ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന്റെ പ്രസ്താവന? ഈ വിഷയത്തിലെ പ്രസ്താവന എന്താണെന്ന് പറയാൻ കഴിയുമോ? ഇത്തരത്തിലെ നാടകങ്ങളാണ് കോൺഗ്രസും BJPയും നടത്തുന്നത്. ഇവിടെ ഈ പറയുന്ന ക്രിസ്ത്യൻ പിന്നെ അതിന്റെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നിങ്ങളെ ഒന്ന് പറയാൻ അനുവദിക്കൂ. അപ്പം ഇവര് മാത്രമല്ല, ഈ ക്രിസ്ത്യൻ മേലധ്യക്ഷന്മാരും ഇതേ രീതിയിലാണ്. 300 രൂപ തന്നാൽ ഞങ്ങൾ BJP പറയുന്നത് മണിപ്പൂരിന്റെ പശ്ചാത്തലത്തിലാണെന്നേ. അപ്പൊ ഇവരെല്ലാം കൂടെ ഇവരൊരു സേഫ് സോണിലാണ്. ശരി, മണിപ്പൂരിന്റെ പശ്ചാത്തലം മണിപ്പൂരിലെ കലാപം ഉണ്ടാകുന്നതിന് വലിയ രൂക്ഷമാകുന്നതിന് മുമ്പാണ് അത് 300 രൂപയുടെ അഭിപ്രായം പറഞ്ഞത്. അതിനുശേഷം മാറ്റി പറഞ്ഞില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. ശരി, ശ്രീ ബാലനാണ് തിരുവനന്തപുരത്ത് നിന്നുള്ളത്. ശ്രീ ബാലൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? പാലക്കാട്, ക്ഷമിക്കണം, തിരുവനന്തപുരം എഴുതി കണ്ടോണ്ട് വിളിച്ചാണ്. ശരി, പറഞ്ഞോളൂ ശ്രീ ബാലൻ. പാലക്കാട് എവിടെയാണ്? പാലക്കാട് തൃത്താല. ഓക്കെ, പറഞ്ഞോളൂ. ഞാനൊരു രാഷ്ട്രീയമല്ല കാണുന്നത്. ഒരു കമ്മ്യൂണിറ്റിയിൽ വന്നിട്ട് ഒരാൾക്ക്, ഞാനൊരു ഹിന്ദുവാണ്, എനിക്ക് നിങ്ങൾക്ക് ജീവിത നിലവാരം ഉയർത്താൻ പറ്റുന്നില്ല, എനിക്കൊരു വീട് വെക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ജോലി കിട്ടുന്നില്ല, മോളെ കെട്ടിച്ച് വിടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് മുസ്ലിം ആവത്തായിക്കോട്ടെ, അല്ലെ ക്രിസ്ത്യാനി ആവത്തായിക്കോട്ടെ, അതല്ലെങ്കിൽ ഇവരെ സംരക്ഷിക്കട്ടെ. ഏത് കമ്മ്യൂണിറ്റി ആണെങ്കിലും ഒരാളുടെ ജീവിത നിലവാരം ഉയർത്താൻ ഒരാൾ വേറൊരു കമ്മ്യൂണിറ്റി പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റി രക്ഷപ്പെട്ടോടനെ. അതിലൊന്നും ഈ രീതിയിൽ കാണേണ്ട കാര്യമില്ല. ഇതിന്റെ കാര്യത്തിൽ രാഷ്ട്രീയം ഒന്നല്ല. രാഷ്ട്രീയത്തെക്കാൾ ഒരു കമ്മ്യൂണിറ്റിക്ക് അവരെ സംരക്ഷിക്കാൻ കഴിയണം. അല്ലാത്തവർ പിന്നെ മെഗളം നിൽക്കരുത്. ഏത് കമ്മ്യൂണിറ്റി ആണെങ്കിലും നമ്മുടെ ഈ കുറച്ച് പച്ചപ്പുള്ള നമ്മുടെ ഈ നാട്ടിൽ പോലും കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ തെക്കൻ ജില്ലയിൽ എനിക്ക് പോലുള്ള കാര്യങ്ങളുണ്ട്. കാരണം ഒരു വീട് വെച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ജോലി കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഒരാള് ദാരിദ്ര്യവും കഷ്ടപ്പാടും ചൂഷണം ചെയ്തുകൊണ്ട് മാറ്റുന്നത്. അതുകൊണ്ട് പലപ്പോഴും ഈ കേരളത്തിലെ ദളിത് വിഭാഗങ്ങളിൽ നിന്ന് പല മതങ്ങളിലേക്ക് മാറിയ ആളുകളൊക്കെ അവിടെ ചെന്നും ദളിതരായി തന്നെ അതേ ജീവിതാവസ്ഥയിൽ തന്നെ ജീവിക്കേണ്ടി വന്ന അവസ്ഥയൊക്കെ ഉണ്ട്. അതെല്ലാം യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് എനിക്കറിയാം, ഞാൻ അറിയുന്ന ആളുകളുണ്ട്. അത് ഞാൻ പറഞ്ഞു, കഷ്ടപ്പാടും ദാരിദ്ര്യം മുതലെടുത്തിട്ട് എനിക്കൊരു ദാരിദ്ര്യം ഉണ്ടെന്ന് വെച്ചിട്ട് അത് ചൂഷണം ചെയ്തുകൊണ്ട് മാറരുത്. എനിക്ക് ബാലൻ, ഞാൻ ആ ഒരു ഘട്ടത്തിൽ പറഞ്ഞത് ഒരാളെ അവിടെ പട്ടിണി ഉള്ളതുകൊണ്ട് അവരാകെ മതം മാറ്റുകയാണെന്ന് പറഞ്ഞപ്പോൾ ഈ പട്ടിണി മാറ്റാനല്ലേ അവർ നോക്കേണ്ടത്, അതിന് പകരം മറ്റേതാണ് ശ്രമിക്കേണ്ടത്. പട്ടിണിയുള്ളവർക്ക് അവരുടെ മുന്നിൽ നമ്മൾ വേദം ഓതിയിട്ട് കാര്യമില്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി അവരുടെ ഏറ്റവും വലിയ വികാരം ഇത് തന്നെയാണ്. പട്ടിണി വന്നു കഴിഞ്ഞാൽ പിന്നീട് മറ്റൊന്നും പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതേ പറയാം, ചൂഷണം ചെയ്യും സ്വമേധയാ ആവത്തേക്കോട്ടെ, ചൂഷണം അത് ശരിക്കും മുതലെടുത്തുകൊണ്ട് ചെയ്യരുത്. പിന്നെ രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചത് നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയം പറഞ്ഞു കോൺഗ്രസിനും CPM-നും രാഷ്ട്രീയം പറഞ്ഞൊന്നും കാര്യമില്ല. ഇവിടെ സഭാതർക്കണ്ടായിട്ട് തന്നെ പോലീസ് പള്ളിയിലെ അച്ഛന്മാരെയൊക്കെ തൂക്കി എടുത്തിട്ട് പിടയ്ക്കും നമ്മൾ കണ്ടതാണ്. അധികം ആയില്ലതൊന്നും കണ്ടിട്ട്.
അപ്പൊ ഇത് ഈ സ്നേഹമൊന്നുമില്ല. കാരണം ഒരു ഭാഗം നിന്നുകൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഒരാൾ സ്വമേധ തയ്യാറാവതായിക്കോട്ടെ, അല്ലാത്തൊരു മെക്കരുതാണ് ഞാൻ പറഞ്ഞു. ശരി, ഓക്കെ. ശ്രീ വർഗീസ് ആണ് പെരുമ്പാവൂരിൽ നിന്നാണ്. ശ്രീ വർഗീസ്, കേരളത്തിൽ ഒരു ക്രൈസ്തവ സഭ മേധാവികളുമായി സഭയുമായി എത്രത്തോളം ഉണ്ടെന്ന് തന്നെ അപ്പുറത്തേക്ക് എന്തായാലും പല സഭകളുടെ മേധാവിമാരുമായി വളരെ അടുത്ത ബന്ധമൊക്കെ BJPക്ക് ഉണ്ട്. അങ്ങനെ BJP അങ്ങനെ ബന്ധം ബോധപൂർവ്വമൊക്കെ സൃഷ്ടിക്കുകയും അതിന് ഗുണമുണ്ടാകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നത്. അത് ഈ ബന്ധത്തെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? അല്ല, അതിപ്പോ ഈ ബജറംഗ് ദൾ എന്ന് പറഞ്ഞാൽ ഇവര് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പാസ്റ്റയും 2 പിള്ളേരും ജീപ്പിലിട്ട് ചുട്ടുകരിച്ച സംഭവങ്ങൾ വർഷങ്ങൾക്ക് മുമ്പുണ്ട്. പിൽക്കാലം എല്ലാ കാലത്തും അവര് ക്രൈസ്തവ ഇവരെ ദ്രോഹിച്ചിട്ടുണ്ട് എല്ലാ കാലത്തും. അപ്പോഴും കേരളത്തിലെ ബിഷപ്പുമാർക്ക് അവർ BJP നമ്പർ 1. അവർക്ക് ശത്രു കമ്മ്യൂണിസ്റ്റുകാർ മാത്രമേ ഉള്ളൂ. അവർക്ക് 300 സീറ്റ് അവരാക്കി തന്നു കഴിഞ്ഞാൽ അവർ വോട്ട് ചെയ്യും, അവർ MP ഉണ്ടാക്കി കൊടുക്കും. അവര് ഒരു കാലത്തും കേരളത്തിലെ ക്രൈസ്തവര് നന്നാവുകയില്ല, അവർ മാറിയില്ല. അവര് വടക്കേന്ത്യയിലുള്ള ക്രൈസ്തവ മിഷണറികളെ എന്തൊക്കെ ചെയ്താലും ഇവിടുത്തെ ഉള്ളവരുടെ മനസ്സ് ഒരിക്കലും മാറില്ല. അവരുടെ അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധമാണ് കേരളത്തിലെ ബിഷപ്പുമാർക്കുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് യൂട്യൂബിലെ ചില കമൻറ്റുകൾ കൂടി വളരെ വേഗത്തിൽ നോക്കേണ്ടതുണ്ട്. ഒരുപാട് കമൻറ്റുകളാണ് ഈ വിഷയമായതുകൊണ്ട് തന്നെ. എന്തായാലും കുറച്ച് കമൻറ്റുകളെങ്കിലും വായിക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് കുറച്ച് കമൻറ്റുകൾ വായിക്കാം. ED പേടിച്ചാണ് ഇവരൊന്നും ഉരിയാടാത്തതെന്ന് ബാബു ശങ്കർ പറയുന്നു. അങ്ങനെ ഈ സഭാ തലവന്മാരെ കുറിച്ച് നമസ്കാരം കിരൺ സുഖമാണോ എന്നൊക്കെ ചോദിച്ചിരിക്കുന്നു. എന്തായാലും കാസ ഈസ് ഹൈഡിങ് തിങ്കിങ് ഫോർ അനദർ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നു. കാസയൊക്കെ വളരെ തീവ്രമായി പ്രതികരിച്ചുകൊണ്ടിരുന്ന ആളുകളൊക്കെയാണ് കാസക്കാരൊക്കെ. അവരൊക്കെ എവിടെ പോയി ഒളിച്ചു എന്നുള്ള ചോദ്യം തന്നെയാണ് ഉന്നയിക്കുന്നത്. പിന്നീട് കോടതി വിധി വന്ന ശേഷമാണ് ബാലകൃഷ്ണൻ ഇത് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ ഇതിനുള്ള പ്രതികാരം. നമസ്കാരം, കേക്ക് വാങ്ങി കഴിച്ചപ്പോൾ ആലോചിക്കണമായിരുന്നു എന്ന് ജയകുമാർ ആണ് പറയുന്നത്. മോഹൻദാസ് ES പറയുന്നു, സ്വന്തം കണ്ണിലെ കമ്പെടുത്ത് നീക്കിയിട്ട് പോരെ അന്യൻ്റെ കണ്ണിലെ കരട് നീക്കാൽ. അത് എന്തിനെക്കുറിച്ചാണ് എന്ന് പെട്ടെന്ന് മനസ്സിലായില്ല. ആ സമയത്ത് ഒരു പ്രതികരണമായിരിക്കണം. ഷിബു കൃഷ്ണൻ പറയുന്നു, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ലൈസൻസ് നൽകുന്നില്ല. ബലപ്രയോഗത്തിലൂടെ ആളുകളുടെ ബലഹീനത ലക്ഷ്യമാക്കിയോ മതപരിവർത്തനം നടത്തുന്നത് നിയമവിരുദ്ധമാണ് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുന്നു. വെൽക്കം ബാക്ക് ടു ജയചേച്ചി എന്നുള്ളത് ഷിജു കിരിയത്ത് പറയുന്നു. അതോടൊപ്പം തന്നെ പൈസ കൊടുത്ത് മതം മാറ്റാൻ പോയാൽ അകത്താവും, നിയമം അനുസരിച്ച് കുറ്റകരമാണെന്ന് ശക്തിമാൻ പറയുന്നു. മറ്റ് യു ആർ റൈറ്റ് കിരൺ, ഹങ്കർ ഇസ് ദി മെയിൻ റീസൺ ഫോർ റിലീജിയൻ എന്ന് പറയുന്നു. ഷിജു കിരിയത്താണ് പറയുന്നത്. ശക്തിമാൻ പറയുന്നു, അമേരിക്കൻ ഉപ്പുമാവ് അവിടെ ചിലവാകില്ല എന്ന് പറയുന്നു. ഹിന്ദുവായിൽ അഭിമാനിക്കുന്ന ജയ് VHP എന്നൊക്കെയാണ് ശക്തിമാൻ പറയുന്നത്. ശക്തിമാൻ എന്ന് തന്നെയാണോ ശക്തിമാൻ്റെ പേര് എന്നുള്ള കാര്യം? അല്ലെങ്കിൽ സ്വന്തം പേരൊക്കെ ഇടുന്നതല്ലേ നല്ലത്? ഈ പേരിൽ മാത്രം ഇട്ടുകൊണ്ട് അങ്ങനെ ഒരു ശക്തിമാൻ ആവുമോ? സുന്ദരൻ VP പറയുന്നു, മതം മാറിയ ദളിത് വിഭാഗങ്ങൾക്ക് SC റിസർവേഷൻ വേണമെന്ന് പറഞ്ഞ് മതവാദികൾ ഭീഷണിപ്പെടുത്തിയ കാലമുണ്ടായിരുന്നു. മതം മാറിയ ദളിതർക്ക് ഷെഡ്യൂൾ കാസ്റ്റ് ആനുകൂല്യം വേണമെന്നും കേരളത്തിൽ ശബ്ദമുയർത്തിയിരുന്നു. മതം മാറിയ ആളുകളൊക്കെ ഇപ്പോഴും അവരുടെ ജാതീയമായ അടിമത്തം അനുഭവിക്കേണ്ട ദുരവസ്ഥ അവരുടെ പിൻതലമുറയ്ക്കുണ്ടെങ്കിൽ സ്വാഭാവികമായും അത്തരം അവകാശങ്ങളൊക്കെ ഉയരുന്നത് തന്നെയാണ്. അത് ആവർത്തിച്ച് ശ്രീ സുന്ദരൻ VP എഴുതിയതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. വടക്കൻ ഭാരതത്തിൽ ആദ്യം ഹിന്ദു പിന്നെ BJP, രാഷ്ട്രീയത്തിന് വേണ്ടി വളയില്ല എന്ന് ഗ്ലാഡിയേറ്റർ പറയുന്നു. അതോടൊപ്പം തന്നെ ബജ്രംഗ് ദൾ പ്രതിഷേധിച്ചാലും BJP തന്ത്രം പാളി എന്ന ഹെഡിങ്. അങ്ങനെയെങ്കിൽ SDPI ജമാഅത്തെ ഇസ്ലാമി ചെയ്തവർ ആൾക്കൂട്ട വിചാരണയ്ക്ക് കാരണം ഒരു യുവതി ആത്മഹത്യ ചെയ്താൽ കോൺഗ്രസിനെ കുറ്റം പറഞ്ഞിരുന്നു ആരെങ്കിലും? ഇത് കോൺഗ്രസ് അല്ലല്ലോ. കോൺഗ്രസും SDPIയും ആയിട്ട് ആ തരത്തിലേക്ക് ഏതെങ്കിലും മുന്നണിയുമായി എവിടെയെങ്കിലും ധാരണ ഉണ്ടായില്ലയോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ BJPയും ബജ്രംഗ് ദളുമായിട്ടുള്ള ആശയപരമായ ബന്ധം. അതിനെ അങ്ങനെ തള്ളിക്കളയാൻ കഴിയുന്നതല്ലോ. വിശപ്പ് ചൂഷണം ചെയ്ത് വളരുന്ന ഭീകര പ്രസ്ഥാനങ്ങൾ കാശ്മീരിലുണ്ടായിരുന്നുവെന്ന് ശക്തിമാൻ പറയുന്നു. എനിക്ക് 1 കോടി തന്നാൽ കിരൺ പറയുന്ന മതം ഞാൻ സ്വീകരിക്കാമെന്ന് വിനു പൊതുവാൾ കുപ്ലേരി പറയുന്നു. 1 കോടി രൂപയൊക്കെ തന്നാൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ കേരളത്തിലൊക്കെ ഒട്ടുമിക്ക മനുഷ്യരും പണമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഏത് മതവും ജാതിയും ഒക്കെ സ്വീകരിക്കാൻ തയ്യാറാകും. അത്ര 1 കോടി രൂപയൊക്കെ അധ്വാനിച്ച് ഒരു മനുഷ്യൻ ഉണ്ടാക്കണമെങ്കിൽ ഉള്ള പാടിനെ കുറിച്ച് നന്നായി അറിയുന്നവരാണ് മനുഷ്യരൊക്കെ. അങ്ങനെ ആർക്കും അങ്ങനെ മതം ഇന്ന മതത്തിൽ തന്നെ വേണം എന്നുള്ള നിർബന്ധവും വാശിയും ഒന്നും ഉള്ളവരല്ല. മറ്റ് ലാഭങ്ങളൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്നു എന്നത് ആണ് സാധാരണ മനുഷ്യരുടെയൊക്കെ അവസ്ഥ. ശ്രീ ജെയിംസ് ആണ് വയനാട് നിന്നും. ശ്രീ ജെയിംസ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? വളരെ മോശപ്പെട്ടൊരു കാര്യമാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ മറ്റൊന്ന്, കേരളത്തിലെ സഭാ നേതൃത്വം BJPയുടെ കാല് നിൽക്കാനും രഹസ്യ ചർച്ചകൾക്കും ഇതിനും പോകുന്നുണ്ടാവുന്ന പ്രശ്നമാണിത്. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ താങ്കൾ. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ എന്ത് കാണിച്ചാലും കേരളത്തിലെ BJPക്ക് ഇവിടെ ക്രിസ്ത്യൻസിനും
മതമേലധ്യക്ഷന്മാർ കേരളത്തിലെ BJPയുടെയും കേന്ദ്രത്തിന്റെയും കേരളത്തിന് കാലു നിൽക്കാൻ പോകുന്നതിന്റെ പരിണിത ഫലമാണിത്. എത്ര പഠിച്ചാലും പഠിക്കാത്ത ക്രിസ്ത്യൻ സമൂഹത്തെ പറയിപ്പിക്കാൻ വേണ്ടി ചില മതമേലധ്യക്ഷന്മാർ ഇപ്പോഴും ചെയ്യുന്നതിന്റെ പരിണിത ഫലം തന്നെയാണിത്. നാട്ടിലെന്താ ജനങ്ങൾക്ക് നടക്കാൻ സഞ്ചാര സ്വാതന്ത്ര്യം മതം അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ബിനോയ് ആണ് കൊല്ലത്തുനിന്ന്. ശ്രീ ബിനോയ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഇത് വളരെ മോശമായ ഒരു വിഷയം തന്നെയാണ്. പാവങ്ങളായ കന്യാസ്ത്രീയുടെ പേരിൽ നിയമസംഹിത 143 ഇട്ട് കേസെടുക്കേണ്ട ഒരു സ്ഥിതിയും ഒരു പ്രശ്നവും അവിടെ ഇല്ല. സത്യത്തിൽ അത് റെയിൽവേ സ്റ്റേഷനിൽ ആ ലേഡി റെയിൽവേ ഉദ്യോഗസ്ഥ തന്നെ സംഘപരിവാറുകാരിയാണെന്ന് തോന്നുന്നു. ആ വരുന്നവരെയൊക്കെ അവിടെ ഇട്ട് അടിക്കുന്നു, അവരെ അസഭ്യം പറയുന്നു. അപ്പോൾ നമ്മൾ തന്നെ ആലോചിക്കുകയാണ്, ഇത് നമ്മളുടെ ഇന്ത്യ തന്നെയാണോ അല്ലെങ്കിൽ BJPക്കാർ പറഞ്ഞു? ശരി, നമ്മുടെ സമയക്കുറവുകൊണ്ടാണ് ഇടപെടുന്നത്. ശ്രീ മഹേഷ് ആണ് എറണാകുളത്ത് നിന്നും. ശ്രീ മഹേഷ്, വേഗത്തിൽ പറയാം താങ്കളുടെ അഭിപ്രായം. അതെ സാറേ, മഹേഷ് നമസ്കാരം. സാറേ, ഞാൻ ആ മറ്റേ പള്ളുരുത്തിയിൽ അദ്ദേഹം പറഞ്ഞതിനോടാണ് യോജിക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഭയങ്കരമായ പോവർട്ടി, അതിനെ നമ്മൾ ചൂഷണം, സാറ് പറഞ്ഞ പോലെ ഭക്ഷണം കഴിച്ചിട്ടും അത് അയാളുടെ വിശപ്പ് മാറട്ടെ, മതം മാറിയാലും കുഴപ്പമില്ല എന്നുള്ള സാർ പറഞ്ഞ ആ ഒരു കണ്ടന്റ് അത് കറക്റ്റാണ്. അതിനൊന്നും ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. പിന്നെ സാർ ഒരു കാര്യം പറഞ്ഞു, കേരളത്തിലെ ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളിലെ ബാക്ക്വേർഡ് ക്ലാസ് ഒക്കെ നല്ല രീതിയിൽ അല്ല അവർക്ക് ബുദ്ധിമുട്ടാണ്. കേരളത്തെ ഒഴിച്ചെന്നല്ല ഞാൻ പറഞ്ഞത്, കേരളത്തിലുണ്ട്. കേരളത്തിൽ താരതമ്യേന മെച്ചമാണെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ കേരളത്തിൽ അങ്ങനെ പൂർണ്ണമായി ഒഴിച്ചു നിർത്താൻ കഴിയുന്ന സംസ്ഥാനമൊന്നുമല്ല കേരളം. അല്ല സാറേ, 2 ദിവസമായില്ല നിങ്ങളുടെ തന്നെ ചാനലിൽ ഞാൻ സ്ഥിരം പ്രേക്ഷകനാണ്. അപ്പോ നിങ്ങളുടെ ന്യൂസ് 18 കാണുന്ന ആളാണ്, ആ ചർച്ച കാണുന്ന ആളാണ്. അതിലൊരു ന്യൂസ് വന്നിട്ടുണ്ട് സാർ, 6 കിലോമീറ്റേഴ്സ് ആണ് അവര് നടന്നു പോയിട്ട് ഒരു സ്ത്രീ. 100% മഹേഷ് അതേ അർത്ഥത്തിൽ തന്നെ യോജിക്കുന്നു. അത് യാഥാർത്ഥ്യം തന്നെയാണ്. മറ്റിടത്ത് അത്ര മോശമല്ലെന്നേ ഉള്ളൂ, അങ്ങനെ ഇവിടെ മെച്ചമാണെന്നുള്ള അഭിപ്രായം എനിക്ക് എന്തായാലും വ്യക്തിപരമായും ഇല്ല. ശ്രീ വർഗീസ് ആണ് പെരുമ്പാവൂരിൽ നിന്ന്. ശ്രീ വർഗീസ്, താങ്കൾ പറഞ്ഞോളൂ. ശ്രീ വർഗീസിൻ്റെ ടെലിഫോൺ വന്ന് തടസ്സമുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമ്മുടെ സമയം അവസാനിക്കുകയാണ്. എന്തായാലും പ്രഷറുടെ ഭാഗത്തു നിന്ന് BJP ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു നയതന്ത്രം നടത്തുമ്പോൾ മറുഭാഗത്തു നിന്ന് ഈ തരത്തിലേക്കുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് അത് ഓരോ പാർട്ടിയുടെ രാഷ്ട്രീയ സ്വഭാവത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞവരും അങ്ങനെയല്ല, ഇതെന്തിനാണ് ഇങ്ങനെയൊക്കെ അതിനെ രാഷ്ട്രീയം അതിനകത്ത് കലർത്തുന്നത്, അത് ഫ്യൂഡലിസത്തിൻ്റെ ഭാഗം മാത്രമാണെന്ന് പറഞ്ഞവരും അതല്ല, ഫ്യൂഡലിസവും രാഷ്ട്രീയവും എല്ലാം കൂടിക്കലർന്ന ഒന്നാണ് ഇതിന് പിന്നിലെന്ന് പറഞ്ഞവരും ഒക്കെ, പിന്നെ മതപരിവർത്തനത്തെക്കുറിച്ചൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞവരും ഒക്കെ ഉണ്ട്. അത് ചില അഭിപ്രായങ്ങളെങ്കിലും പറയുന്ന ആ പറയുന്ന കോൺടസ്റ്റിൽ നിന്നുകൊണ്ട് പറയുന്ന അഭിപ്രായങ്ങൾ കൂടിയായി പരിഗണിക്കും എന്നുകൂടി പ്രതീക്ഷിക്കുന്നു. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റു വിഷയവുമായി.